त्रैलोक्य चैतन्यमयी त्रिशक्रे श्री विश्वमाता भवदात्मीव प्रातसमुत्थाय ताव प्रियार्थം സംസാരയാത്രാമനവർത്തയാണ്. അഭിവന്ദരായ ഗുരുജന്മാർക്കും സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്നത്തെ വിഷയം ഹാർമണി ഓഫ് ബിഹേവിയർ, നടപടി ചട്ടങ്ങൾ എന്നവിടെ എഴുതി കണ്ടു. വാസ്തവത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്നൊന്നും ആലോചിച്ചല്ല ഞാൻ വന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. നടപടിച്ചട്ടങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് ആർക്കും സാധ്യമല്ല എന്നും എല്ലാവർക്കും അറിയാം. ചെറുപ്പം മുതലേ നമ്മൾ കോപ്പി എഴുതി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നടപടിച്ചട്ടങ്ങളൊക്കെ. ഇന്ന് വരെ അത് പ്രകാരം നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുമെന്ന് പലർക്കോട്ട് വിശ്വാസവുമില്ല. അങ്ങനെയാണ് ലോകത്തിൻ്റെ ഘടന, വീട്ടിലെ ഘടന, നാട്ടിലെ ഘടന, ഒരു വ്യക്തിയിലെ ഘടന. അപ്പം ഇതിന് പല മുഖങ്ങളുണ്ട്. പല ആംഗിളിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതിന് പല അർത്ഥങ്ങളുമാണ്. ഒരു ആംഗിളിലൂടെ നോക്കിക്കാണുമ്പോൾ കാണുന്ന അർത്ഥങ്ങളല്ല മറ്റൊരു ആംഗിളിലൂടെ നോക്കും. അപ്പം ഇതിൽ ചില വസ്തുതകളെ മാത്രം നമുക്ക് വിചാരത്തിന് വിധേയമാക്കാം എന്ന് മാത്രമേ ഈ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. രണ്ട് തരം ജീവിതത്തിൻ്റെ മുഖങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഭൗതികമായ ഒരു വശം, മറ്റേ ആത്മീയമായ ഒരു വശം. രണ്ട് വശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ ആണെന്ന് സമർത്ഥിക്കുന്ന എത്രയോ ശാസ്ത്രങ്ങൾ നമുക്ക്. പക്ഷെ സൗകര്യാർത്ഥം നമുക്ക് ആധ്യാത്മിക മണ്ഡലം, ഭൗതിക മണ്ഡലം എന്ന് രണ്ട് തരം ആക്കി തിരിക്കാൻ നോക്കാം. എവിടെയാണ് ഇതിൻ്റെ ബൗണ്ടറി എന്ന് ചോദിച്ചാൽ, ഒരു ബൗണ്ടറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് സമർത്ഥിക്കാൻ എപ്പോഴും സാധിക്കും. പക്ഷെ ഉണ്ടെന്ന ഒരു വസ്തുത നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് പല പോരായ്മകളെയും തിരിച്ചറിയാൻ കഴിയും. പല തെറ്റിദ്ധാരണകളിൽ നമുക്ക് വിമുക്തരാവാം. പല കാര്യങ്ങളെയും നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാനും സാധിക്കും. ഈ രണ്ടിൻ്റെ നടുക്ക് ഒരു ബൗണ്ടറി ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഇപ്പൊ ജ്ഞാനശാസ്ത്ര പ്രകാരം നോക്കുകയാണെങ്കിൽ ഭൗതികമായ കാഴ്ചപ്പാടിൽ എങ്ങനെയൊക്കെയാണ് ജ്ഞാനശാസ്ത്രത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ നോക്കിക്കാണുന്നു എന്ന വസ്തുത ശാസ്ത്രത്തിൻ്റെയൊക്കെ ആദ്യ ഭാഗമായിട്ട് നമുക്ക് കാണാം. പിന്നെ ജ്ഞാനമണ്ഡലത്തെ പ്രാപിച്ചിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങൾ മുതലായതൊക്കെ പറയുന്ന ഭാഗങ്ങളും വേറെ നമുക്ക് കാണാം. നമ്മളെ അനുഭവത്തിലിപ്പോൾ അമ്മയുടെ ജീവിതം, സത്യസായി ഭഗവാന്റെ ജീവിതം, ശ്രീ രവിശങ്കറുടെ ജീവിതം, ഇങ്ങനെ കുറേ ആളുകളുടെ ജീവിതം നമുക്ക് കാണാം. സാധാരണ അല്ലാത്ത ചില വിശേഷങ്ങളുണ്ട്. ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഗുഹകളിൽ താമസിക്കുന്ന ആളുകളൊക്കെ കാണാം. അവരെ തണുപ്പും ചൂടൊന്നും അവർക്ക് ബാധകമല്ല. വളരെ കൊടും തണുപ്പുള്ള വെള്ളത്തിലൊക്കെ അവർ മുങ്ങിക്കുളിക്കുക, അവർക്ക് പ്രയാസമില്ല. അതായത് 104 വയസ്സായിട്ടുള്ള ഒരാൾ രാവിലെയും വൈകിട്ടും ഗംഗോത്രിയിൽ, ഗംഗാ നദിയിൽ മുങ്ങിക്കുളിക്കുന്നത് ഞങ്ങൾക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു, മുങ്ങിക്കുളിക്കുന്നത് ചളി പോകാനല്ല. കാരണം അവിടെ ഐസ് ഉറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്, വളരെ തണുപ്പാണ്, ഡസ്റ്റ് ഫ്രീ ഏരിയ ആണ്, അവിടെ വേർപ്പുമില്ല. അതുകൊണ്ട് എത്ര കാലം കുളിച്ചില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ അവിടെ 2 പ്രാവശ്യം മുങ്ങിക്കുളിക്കുന്നു. എന്തിന്? അദ്ദേഹം ഞങ്ങളോട് വിവരിച്ചു തന്നു. മുങ്ങിക്കുളിക്കുന്ന സമയത്ത് എന്താണ് മെക്കാനിസം സംഭവിക്കുന്നത്. നമ്മൾ കുളിക്കുന്ന അർത്ഥത്തിലല്ല അവരുടെ കുളി. അവർ തീർത്ഥസ്നാനം എന്ന് പറഞ്ഞാൽ അതിനെക്കൊണ്ട് വേറൊരു സംഗതിയാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അയാൾ വിവരിച്ചു തന്നു. ഹൈലി മോഡേൺ സയൻസിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത് ഞങ്ങളോട്. അപ്പം അദ്ദേഹം ഇല്ല, സമാധിയിൽ പോയി. കാരണം ഞങ്ങൾ 20 കൊല്ലം മുമ്പാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം വിവേകാനന്ദ ട്രാവൽസ് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞു വരാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിരുന്നു. അവർ പോയി അന്വേഷിച്ചു, ആ സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ അദ്ദേഹം സമാധിയിൽ പോയി എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ 20 കൊല്ലം മുമ്പ് പോകുമ്പോൾ തന്നെ അദ്ദേഹം 104 വയസ്സാണ്. ഇപ്പോൾ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പല്ലേ.
എന്നാലും ഒന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ കുളി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നാണ്. ഇവിടെ അടുത്ത സ്ഥലത്ത് ഒരു യോഗിനി ദേവി ഉണ്ട്. അതായത് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിസ്റ്ററക്ടമി, ഗർഭാശയം എടുത്ത് കളയാനുള്ള ഓപ്പറേഷൻ ചെയ്യാണ്. അതിന് അനസ്തീസിയ കൊടുത്ത സമയത്ത് ബോധം കെട്ടപ്പോൾ വാസ്തവത്തിൽ എന്താ ഉണ്ടായത്, അവർ പ്രകാശ സ്വരൂപമായിട്ട് മേലെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഓപ്പറേഷൻ നടക്കുന്നൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ പോയി അതിൻ്റെ ഉള്ളിലേക്ക് ലാൻഡ് ചെയ്തു, പ്രവേശിച്ച് കണ്ണു തുറന്നു. ഇപ്പം അവർക്കറിയാം അവരൊരു പ്രകാശം മാത്രമാണ്, ഈ ശരീരവും മനസ്സും ബുദ്ധി അവരല്ല എന്ന് അവർക്കറിയാം. അവരൊരു ബോധരൂപിയായിട്ടുള്ള ഒരു പ്രകാശമാണെന്ന് അവർക്കറിയാം. അതിന് റിയലൈസേഷൻ എന്ന് പറയാം. ശരീരം അൺറിയലാണ്, മനസ്സ് അൺറിയലാണ്, ബുദ്ധി അൺറിയലാണ്. പക്ഷെ റിയലായിട്ടുള്ള ഒരു വസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, പ്രകാശ സ്വരൂപമെന്ന് പറയുന്നത്. ആ റിയലായിട്ടുള്ളതാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്നതിനാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അൺറിയലായിട്ടുള്ള റിയലായിട്ടുള്ളതും തിരിച്ചറിയാം, അതിനാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ത്രീയെ ഞാൻ ഈയിടെ ഒന്ന് കണ്ട സമയത്ത് അവർ പറയാണ്, ഐസും കട്ട ഒരു തോർത്ത് മുണ്ടിൽ പൊതിഞ്ഞിട്ട് തലയ്ക്ക് മേലെ വയ്ക്കും, എന്നിട്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. ആ ഐസ് വെള്ളം മേൽക്കൂടെ കുറേ പ്രാവശ്യം ധാര ചെയ്യുമ്പോൾ കുറഞ്ഞൊരു സുഖമാണ്, ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം അവർക്ക് തീരെ സഹിക്കാൻ കഴിയില്ല, ഐസ് മാത്രമേ സഹിക്കാൻ കഴിയുള്ളൂ. ഇത് ഗംഗോത്രിയിലെ ആ യോഗി ഞങ്ങളോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 20 കൊല്ലം മുമ്പ്. അതായത് തമോ ഗുണപ്രധാനികളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹ്യൂമിഡിറ്റിയിൽ മാത്രമേ സഹിക്കാൻ കഴിയുള്ളൂ. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അന്തരീക്ഷം, അതായത് ജലാംശങ്ങളുള്ളതായ ജലത്തിൻ്റെ ആവി നിറഞ്ഞിട്ടുള്ളതായ ഈ അന്തരീക്ഷത്തിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് രജഗുണ പ്രധാനികളാവുന്ന സമയത്ത് നമ്മൾ ഈ അന്തരീക്ഷം വിട്ട് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അടുത്ത് പോകുന്നതാണ് പറയുന്നത്. നമുക്ക് അതായത് ഇഷ്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അടുത്ത് താമസിക്കുക, ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുക, അതൊക്കെ ആയിരിക്കും ഇഷ്ടം. ശുദ്ധ സാത്വിക ഭാവത്തിലെത്തുന്ന സമയത്ത് നമുക്ക് ഈ വേപ്പറും ഇഷ്ടാവില്ല, വെള്ളം ഇഷ്ടമല്ല, അതിൻ്റെ ഐസ് സ്വരൂപത്തിൽ ഇഷ്ടമാവുന്നു. ഐസിൻ്റെ ഇടയിൽ ഇരിക്കാനേ പറ്റുള്ളൂ. ഐസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുക, വളരെ സുഖം. ഐസ് വെറുതെ യാതൊരു ഉപദ്രവമല്ല, ഐസിലാണ് അവർക്ക് ഹോമിലിയായിട്ട് തോന്നുന്നത്. അപ്പം ഈ സ്ത്രീ ഈ അനുഭവത്തിന് ശേഷം ഏകദേശം 10-15 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അവർ ഇപ്പോൾ ഐസ് തലയിൽ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ അത് ഇങ്ങനെ എനിക്ക് അനുഭവം. കാരണം അവർ ഐസിൻ്റെ ഇടയിൽ ജീവിക്കേണ്ട പ്രായമായി, സാത്വിക ഭാവം പരിപൂർണമായി നടത്തും. അവർ പ്രഡിക്ഷനൊക്കെ നടത്തും, എന്ത് പറഞ്ഞാലും ഉടനെ ശരിയാവും. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അവനിതാ പിന്നെ ബൂത്തിലെത്തിക്കഴിഞ്ഞു, ഞാനൊന്ന് സംസാരിക്കട്ടെ ചെന്നപ്പോൾ ക്രീന്ന് അടിക്കുന്നു. ഇവർ ചെന്നതിന് ശേഷം അടിച്ചു അങ്ങനെ വേണമെന്ന്, മോനല്ലേ അതെ സംസാരിക്കണം അങ്ങനെ. അപ്പം അവർ ഈ ഐസ് എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഈ യോഗി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പം അങ്ങനെ ഓരോ അന്തരീക്ഷം നമുക്ക് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ ചേഞ്ചിനനുസരിച്ച് ഓരോ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ തോന്നും നമുക്ക്. അപ്പം ഇപ്പം തന്നെ നമ്മൾ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോകത്ത് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും, നമ്മുടെ നാട് അങ്ങനെയാവണ്ടേ, ആക്കാൻ പറ്റുമൊക്കെ ചെയ്യും. ഓരോ വീഡിയോക്കാരും അവരവരുടെ മുമ്പിൽ ഡസ്റ്റ് ഫ്രീ ആക്കിയാൽ മതി. അപ്പോൾ മത്സരം വരുമ്പോൾ വളരെ മനോഹരമാക്കും ആൾക്കാർ എല്ലാം. എറണാകുളം സിറ്റി കംപ്ലീറ്റ് ഡസ്റ്റ് ഫ്രീ ആകും. ഗവൺമെൻറ് ഒരു കൽപ്പന ഇട്ടാൽ മതി, ഓരോരുത്തർ അവരുടെ മുമ്പിൽ ഡസ്റ്റ് ഫ്രീ ആക്കണം. അതായത് ലോൺ വയ്ക്കുകയും അല്ലെങ്കിൽ സ്പെൻഡ് ഡേ എന്താ വേണ്ട വെച്ചാൽ അതിനനുസരിച്ച്. അപ്പോൾ അവർ വണ്ണക്കല്ലൊക്കെ പതിച്ച് നല്ല കളേർഡ് വണ്ണക്കല്ല് പതിച്ചിട്ട് അവരെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അവരങ്ങനെ വെച്ചു. അപ്പോൾ മറ്റവർ അതിനേക്കാളും ഭംഗിയായി ചെയ്യും, അതൊക്കെ ഡസ്റ്റ് ഫ്രീ ആവും. അങ്ങനെ എന്താ ഒരു ചെറിയൊരു പ്രോസസ് ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയും. പക്ഷെ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല? അതിൻ്റെ സമയാവാത്തതുകൊണ്ടാണ്, പ്രായബുദ്ധി എത്താത്തതുകൊണ്ടാണ്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ബൗണ്ടറി, ആധ്യാത്മികതയുടെയും ഭൗതികത്തിൻ്റെയും ബൗണ്ടറി എവിടെയെന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കണം. കാരണം ഈ ബൗണ്ടറി അറിഞ്ഞില്ലെങ്കിൽ ഇപ്പുറമുള്ള ആളുകൾ അപ്പുറമുള്ള ആളുകളുടെ വേഷം കെട്ടിയിട്ട് ആളുകളെ പറ്റിക്കും. അത് ഒഴിവാക്കാം. നമുക്ക് അങ്ങനെ ചതിയിൽ പെടാതെ റിയൽ സ്പിരിച്വാലിറ്റി എന്താണ്, സ്പിരിച്വാലിറ്റി അല്ലാത്ത എന്താണ് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യം അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യം ആദ്യം ചർച്ച ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എവിടെയാണ് ഈ ബൗണ്ടറി? ഒരു ആത്മീയ മനുഷ്യരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? ഒരു ആത്മീയ മനുഷ്യന്റെ ചേഷ്ടകൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഒരു ആത്മീയ മനുഷ്യന്റെ
കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് തിരിച്ചറിയണം. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്താ, പക്ഷെ അവരെ കീഴിൽ നമ്മൾ നിൽക്കേണ്ടി വന്നാൽ, അല്ലെ അവർ നമ്മളെ ഭരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അവർ യോഗ്യരാണോ അല്ലേ എന്ന് അറിയണ്ടേ നമ്മൾ. ഇല്ലെങ്കിൽ അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ലേ. ലോകത്ത് അസമാധാനത്തിനും അന്ധവിശ്വാസത്തിനും യുദ്ധത്തിനും ഒക്കെ കാരണമാവില്ലേ അവരുടെ വാക്കുകളും പ്രവൃത്തികളും. അപ്പം അവർ റിയൽ സ്പിരിച്വൽ ആണോ അല്ലേ നമുക്ക് തിരിച്ചറിയണം. ഒരു ഭ്രാന്തം വന്നിട്ട് ഞാൻ MD MRCP ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് കോട്ടിട്ട് വന്നു എന്ന് വയ്ക്കാം. അപ്പോൾ വി വാണ്ട് ടു നോ വെദർ ഈസ് ആക്ച്വലി അതാണോ അല്ലേ എന്ന് അറിയണം. അറിയാൻ എന്താ നമ്മൾ മാധ്യമങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ചില വരകൾ നമുക്ക് വേണം, ചില മീറ്റർ വേണ്ടി വരും. അപ്പം അതുപോലെ ആധ്യാത്മികതയിലും അങ്ങനെ ചില വസ്തുതകളുണ്ട്. അതറിഞ്ഞാൽ എന്താണ്, നമ്മൾ അതിലേക്കാണ് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ ഘട്ടങ്ങളിലൂടെ ചെറിയ ചെറിയ അനുഭവങ്ങൾ നമ്മളെ ഉന്തി നീക്കുന്നത് അതിലേക്കാണ്. അപ്പൊ എപ്പോഴാണ് അതിർത്തിയിൽ എത്തുക, അതിർത്തിയിൽ നമ്മൾ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ അതിർത്തിയിൽ എത്ര വിട്ടിട്ടാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ അങ്ങോട്ട് അടുക്കാൻ നമ്മൾ എന്ത് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തണം എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഓരോ ദിവസത്തെ ജീവിതവും നമുക്ക് സാർത്ഥകമായി തോന്നും. മറ്റായാലും തിന്നതിനെ തിന്നു, പറഞ്ഞതിനെ പറഞ്ഞു, അനുഭവിച്ചതിനെ അനുഭവിച്ചു, വീണ്ടും വീണ്ടും ചക്രം പോലെ ചുറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈം. അൺഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞില്ല. കുറച്ച് ബുദ്ധി വളർന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മാതിരി ആവരുത്, ഇന്നത്തെക്കാളും കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ട നാളെ. 1ാം ക്ലാസ് തന്നെ ഇരുന്നാലോ, പ്ലെയിൻ ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നാൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ള മൊമെൻറ്റം ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓടുന്നത്. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യേണ്ട മൊമെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടേക്ക് ഓഫ് ചെയ്യണം. അതുപോലെ നമ്മൾ ഓരോന്ന് അനുഭവിക്കുന്നു. എന്തിനു വേണ്ടി? അനുഭവിച്ചാൽ പിന്നെ അനുഭവിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇത് മാത്രമല്ല നമുക്ക് അനുഭവിക്കാനുള്ളത്, ഇതിൻ്റെ അപ്പുറം ഇതിനേക്കാളും വലിയ ദിവ്യമായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട് നമ്മളെ കാത്തിരിക്കുന്നതാണ്. അപ്പം അതിലേക്ക് നമ്മൾ അടുക്കുന്നുണ്ടോ എന്നറിയാൻ ഈ ബൗണ്ടറിയെ സംബന്ധിച്ച് ചില അറിവ് നമുക്ക് നല്ലതാണ്. അത് ചില ആളുകൾക്ക് പെട്ടെന്നൊരു മാറ്റം. എന്ത് മാറ്റാണ്? അതായത് അവരെന്ത് പറഞ്ഞാലും കാലത്തെയും ദേശത്തെയും അതികടക്കുന്ന തരത്തിൽ സത്യമായിരിക്കും, അസത്യമായിട്ട് വഹിക്കില്ല. എത്ര കാലം കഴിഞ്ഞാലും അവർ പറഞ്ഞ അങ്ങനെ തന്നെ, മാറ്റാൻ കഴിയില്ല, ആർക്കും മാറ്റാൻ കഴിയില്ല. മാത്രമല്ല ജാതി മതവർഗാദികളുടെ വ്യത്യാസം ഉണ്ടാവില്ല ഈ തത്വത്തെ അംഗീകരിക്കാൻ. അങ്ങനെയുള്ള ആളുകൾ എന്തു പറഞ്ഞാലും എല്ലാവർക്കും അംഗീകരിക്കാൻ തോന്നും. അതല്ലാതെ മറ്റൊരു സത്യം ഇല്ലാന്ന് അങ്ങ് ബോധ്യമാണ്. അങ്ങനെ ചില വചനങ്ങൾ ചിലവർ പറയുന്നത് കേൾക്കാം. എവിടുന്ന് വരുന്നതാണ് അത്തരം വചനങ്ങൾ? അവിടെ ക്രിസ്ത്യാനി ഇല്ല, ഹിന്ദു ഇല്ല, മുസ്ലിമും ഇല്ല, ഒന്നുമില്ല. ആ പറഞ്ഞത് സത്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കും. അപ്പൊ ജാതി മത വർഗാദികൾക്ക് അതീതമായി തലവലിക്ക് സമ്മതിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില തത്വങ്ങൾ ചില ആളുകൾ പറയും. അത് എവിടുന്ന് വരുന്നു ആ വിശേഷത? നേരെ മറിച്ച് മറ്റു പലരും പറഞ്ഞാൽ അത് അയാൾ പറഞ്ഞ അയാൾക്ക് മാത്രമേ ശരിയായിരിക്കും, ആ സമൂഹത്തിന് ശരിയായിരിക്കാം, ആ തറവാട്ടിന് ശരിയായിരിക്കാം, ആ ദേശത്തിന് ശരിയായിരിക്കാം. പക്ഷെ മറ്റു ദേശത്തിനോ മറ്റ് സമൂഹങ്ങൾക്കോ മറ്റു വ്യക്തികൾക്കോ ശരിയായിരിക്കില്ല. അപ്പൊ അത് ശാശ്വത സത്യത്തിന്റെ അല്ല, അയാളുടെ മാത്രം ഒരു ആപേക്ഷിക സത്യം എന്നതിന് പറയാം. ആപേക്ഷിക സത്യം, അയാളെ അപേക്ഷിച്ച് അത് സത്യമാണ്. പക്ഷെ വേറൊരാളെ അപേക്ഷിച്ചത് സത്യമല്ല. ഇപ്പൊ കുറിയ മനുഷ്യനാണ് അയാൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് സത്യമാണ്. വേറൊരാളെ സംബന്ധിച്ച് അയാളെക്കാളും ഉയരം കൂടിയ ആളാണെങ്കിലോ കുറിയ മനുഷ്യൻ അയാൾക്ക് പറയാൻ പറ്റില്ല. അയാളെ സംബന്ധിച്ച് അയാൾ വലിയൊരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് ആപേക്ഷിക സത്യം, ഓരോരുത്തർക്കും സത്യം തോന്നുന്നത് അവരെ അപേക്ഷിച്ച് ആപേക്ഷിക സത്യം. നേരെ മറിച്ച് ആപേക്ഷിക സത്യമല്ലാതെ ഒരാൾ പറഞ്ഞാൽ എല്ലാവർക്കും അത് അംഗീകരിക്കാൻ സാധിക്കുന്നു, എല്ലാവർക്കും അത് സത്യം തോന്നുന്നു. അങ്ങനെയുള്ളതിനെയാണ് പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ട്രൂത്ത്, മറ്റൊരു റിലേറ്റീവ് ട്രൂത്താണ്. ഇപ്പൊ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും സമ്മതിക്കുന്നു. ഇപ്പൊ ഇയാൾ നീണ്ട മനുഷ്യനാന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും, എൻ്റെ അത്ര ഹൈറ്റുള്ള എല്ലാവരും സമ്മതിക്കും. നേരെ മറിച്ച് എന്നെക്കാളും ഹൈറ്റ് അയാളെക്കാളും ഹൈറ്റുള്ള ഒരാളാണെന്ന് വെച്ചാൽ അയാൾ സമ്മതിക്കില്ല, അയാൾ കുറിയ മനുഷ്യനാണെന്ന് പറയാം. അയാൾ പറയുന്നത് സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. രണ്ടുപേരും ശിഷ്യന്മാർ പിന്നീട് കൂടിക്കഴിഞ്ഞാൽ അയാൾ നീണ്ട മനുഷ്യനാന്ന് പറഞ്ഞു, മറ്റേ ആൾ ഞങ്ങളെ കുറിയ മനുഷ്യനാന്ന് പറഞ്ഞു. എങ്ങനെ രണ്ടു കൂടി ശരിയാവുക? അടിയായി. അപ്പൊ ഈ തമ്മിൽ സ്പർദ്ധയും വഴക്കും വക്കാണൊക്കെ ഉണ്ടാക്കാൻ കാരണമാകുന്ന സത്യങ്ങളൊക്കെ ആപേക്ഷിക സത്യം, അയാളെ സംബന്ധിച്ച് ശരിയാണ്, ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ശരിയല്ല. ഇതൊക്കെ ഭൗതിക മണ്ഡലത്തിലുള്ളതാണ്. ഇത് കണ്ടാൽ മനസ്സിലാക്കണം, അയാൾ ഭൗതിക മണ്ഡലത്തിൽ വർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭൗതിക മണ്ഡലം വിട്ട് ആ
ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് ആത്മീയ മണ്ഡലത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് ബോധിക്കാനുള്ള ഒന്നാമത്തതാണ്. അപ്പൊ ഞാനൊരു വാചകം പറഞ്ഞു, ഒരാൾ പറയുക അത് ശരിയല്ല, നിങ്ങൾ ആ പറഞ്ഞു ശരിയാണെങ്കിൽ മറ്റേ സ്ഥലത്തെ ഇങ്ങനെ അസാധുവായി പോയി എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സത്യമാണ്, ഞാൻ ലൗകികനാന്നർത്ഥം. നേരെ കുറച്ചൊരു കാര്യം പറഞ്ഞു, എല്ലാവർക്കും തലമുറയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു, ശരിയാണ് ശരിയാണ് സത്യമാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് ആത്മീയ മണ്ഡലത്തിൽ കടന്ന ഒരാളുടെ മനസ്സിന്റെ ലക്ഷണമാണെന്ന് പറയുന്നത്. അപ്പൊ അത് പാരമാർത്ഥിക സത്യം, അബ്സല്യൂട്ട് ട്രൂത്ത്. ഇപ്പൊ ഈ അബ്സല്യൂട്ട് ട്രൂത്തിൽ കടന്നിട്ടുള്ള ഒരാളുടെ വചനങ്ങളും ഈ ആപേക്ഷിക സത്യത്തിൽ മാത്രം നിലനിൽക്കുന്ന ആളുടെ വചനങ്ങളും തമ്മിൽ വ്യത്യാസത. ഇത് അടിപിടിക്കും വഴക്കിനും വക്കാണത്തിനും യുദ്ധങ്ങൾക്കും കാരണം. മറ്റേ വചനങ്ങൾ എല്ലാവരെയും ഹാർമണൈസ് ചെയ്യിക്കും, എല്ലാവരെയും ഒന്നിപ്പിക്കും, എല്ലാവരെയും സന്തോഷിപ്പിക്കും. ഒരു നല്ല പാട്ട് പാടിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ രസിച്ചുള്ളൂ എന്ന് പറയില്ല, മുസ്ലിംസിന് രസിച്ചുള്ളൂ എന്ന് പറയില്ല, എല്ലാവർക്കും രസമാണ്. നല്ല ആഹാരം, സുഗന്ധം മുതലാകത്ത്. നേരെ മറിച്ച് വേറെ ചില പ്രത്യേകതകളുണ്ടാവും, ചിലവർക്ക് മാത്രം ഇഷ്ടമുള്ളൂ, ചിലവർക്ക് ഇഷ്ടമില്ലാത്ത. അത് പാരമാർത്ഥിക സത്യമല്ല, ആപേക്ഷിക സത്യം മാത്രം. അപ്പൊ പാരമാർത്ഥിക സത്യത്തിന്റെ വെളിപാട് ഉണ്ടാകുന്നത് ആത്മീയ മണ്ഡലത്തിൽ കടന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. ആപേക്ഷിക സത്യത്തിൽ മാത്രം അധിഷ്ഠിതരായി സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ അവർ ഭൗതിക മണ്ഡലത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന് വാല്യൂ കൊടുക്കണം, കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചത് സത്യമാണ്. ഒരു ജീവിയെ സംബന്ധിച്ച് അതിന്റെ ആഹാരം, ഇപ്പൊ പൂച്ചയെ സംബന്ധിച്ച് കൂറ വളരെയധികം സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭോജ്യം എന്ന് പറഞ്ഞാൽ കൂറയെ സംബന്ധിച്ച് ശരിയാണ്. പ്ലാവിന്റെ ഇല എത്ര സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരമാണെന്ന് ആട് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ പട്ടിയെ സംബന്ധിച്ച് ശരിയല്ല, സത്യമല്ല. ഇറച്ചിയാണ് വളരെ സ്വാദു എന്ന് പറയുന്നത്, അത് അതിനെ സംബന്ധിച്ച് ശരി, പക്ഷെ ആടിനെ സംബന്ധിച്ച് ശരിയല്ല. അപ്പൊ ഇതാണ് ആപേക്ഷിക സത്യം എന്ന് പറയുന്നത്. അത് സത്യം തന്നെയാണ്, ആപേക്ഷികമാണ്. അതുകൊണ്ട് ആ വേദത്തിൽ പറയും ഹൃദം വധിഷ്യാമി സത്യം വധിഷ്യാമി, രണ്ട് പറയാൻ കാരണം. ഹൃദം എന്ന് പറഞ്ഞാൽ സത്യമാണ്, സത്യം എന്ന് പറഞ്ഞാൽ സത്യം. എന്താ വ്യത്യാസം? സത്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സത്യം, ഹൃദം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക സത്യം. അപ്പൊ ഈ പാരമാർത്ഥിക സത്യത്തിന്റെ അവസ്ഥയിലേക്ക് കടക്കുന്ന ആരാണ് കടക്കുക? പാരമാർത്ഥിക സത്യത്തിന്റെ അവസ്ഥയിലേക്ക് കടന്ന ആളുകളുടെ വചനങ്ങൾക്കാണ് ഈ നിത്യസത്യത്വം ഉള്ളത്, കാലദേശാതീതമായിട്ടുള്ള വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ആരിൽ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ ഒരു ബൗണ്ടറി കടന്ന ആളുകളാണ്. എന്താണ് ആ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ? ബൗണ്ടറി എന്ന് പറഞ്ഞാൽ വിചാരങ്ങൾ കെട്ടടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അങ്ങനെയുള്ള ഒരു സ്വഭാവമാറ്റം വരുന്നതാണ്. വിചാരങ്ങൾ കെട്ടടങ്ങിക്കഴിഞ്ഞാൽ നിർവിചാരം എന്ന് പറയാം. വിചാരം കെട്ടടങ്ങിക്കഴിഞ്ഞാൽ അതിൽ സ്ഥിതപ്രജ്ഞ നേടിക്കഴിഞ്ഞാൽ, വികാരം കെട്ടടങ്ങി കുറെ കാലം കഴിയുന്ന സമയത്ത് അങ്ങനെ തന്നെ ഇരുന്നാലും ഒരു സങ്കല്പങ്ങളില്ലാതെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 3 സ്വഭാവം പൊന്തി വരുന്നതാണ്. എന്താണ്? ആനന്ദം അങ്ങനെ കരിഞ്ഞു വരിക, ഫൗണ്ടനൽ ജോയ് ഫ്രം വിതിൻ. പിന്നെ എന്തൊരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചാലും അതിനെക്കുറിച്ചുള്ള അറിവ് ഇങ്ങനെ വികസിച്ച് വരിക. അപ്പൊ അറിവ് ഇങ്ങനെ ഉള്ളിൽ ഉറവെടുക്കുക. പിന്നെ ഭയം ഇങ്ങനെ ഇല്ലാതെയാവും. ഈ 3 സങ്കല്പരഹിതമായുള്ള അവസ്ഥയിൽ കുറെ സമയം ഇരിക്കാൻ പറ്റുന്ന ഒരാളിൽ കാണുന്ന 3 അനുഭവങ്ങൾ ഇതാണ്. ഈ 3 അനുഭവങ്ങളെ അധ്യാത്മ പ്രസാദം എന്ന് പറഞ്ഞ വാക്കുകൊണ്ടാണ് നിർവചിക്കുന്നത്. അധ്യാത്മ പ്രസാദം. ഈ അധ്യാത്മ പ്രസാദം വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിന്തകൾ കെട്ടടങ്ങി എന്നർത്ഥം. ചിന്തകൾ കെട്ടടങ്ങിയ അത് ആ അവസ്ഥയിൽ നിന്നാണ് ഇത് 3 വരിക. ഈ 3 ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ബുദ്ധിക്ക് ഒരു മാറ്റം വരും. എന്താ ആ മാറ്റം? പാരമാർത്ഥിക സത്യത്തിന്റെ അവസ്ഥയിലേക്ക് ആ ബുദ്ധി പരിണമിക്കുന്നവർ. ആപേക്ഷിക ഭാവം വിട്ട് പാരമാർത്ഥിക ഭാവത്തിലേക്ക് ആ ബുദ്ധി പരിണമിക്കും. പാരമാർത്ഥിക സത്യത്തിന്റെ അവസ്ഥയിലേക്ക് പരിണമിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ സാർവലൗകികമായിരിക്കും. ഒരു ജാതിയുടെ, ഒരു മതത്തിന്റെ, ഒരു ദേശത്തിന്റെ ആയിരിക്കില്ല. സൂര്യൻ ഒരു ദേശത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ അല്ലാത്ത പോലെ, ചന്ദ്രനില്ലാത്ത പോലെ, വായു, വെള്ളം, ആകാശം മുതലായ അല്ലാത്തതുപോലെ
മാഗ്നറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറഞ്ഞ ജാതി മത വർഗീയാദികൾക്ക് അതീതമായിട്ടുള്ളതെന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ, അദ്ദേഹത്തിൻ്റെ സങ്കല്പം, പ്രവൃത്തി, സംഭാഷണം എല്ലാവർക്കും അംഗീകാരം ഉള്ളതായിരിക്കും, എല്ലാവർക്കും വളരെയധികം ഉണർവുണ്ടാക്കുന്നതായിരിക്കും, ബോധോദയം ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ ബുദ്ധിയാണ് ഋതംഭരാബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ബുദ്ധിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഒന്ന് ശ്രുതബുദ്ധി, രണ്ടാമത്തെ യുക്തബുദ്ധി, മൂന്നാമത്തെ ഋതംഭരാബുദ്ധി. ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ടാക്കിയുള്ള അറിവാണ് ശ്രുതബുദ്ധി. ഇതിപ്പോൾ നമുക്ക് ബൈബിളോ ഉപനിഷത്തോ ഖുറാനോ ഏത് വേണമെങ്കിലും വായിക്കാം. വായിച്ച് ഒരു 20 കൊല്ലമൊക്കെ വായിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിദഗ്ധരായി മാറി. ലോകം മുഴുവൻ പ്രഭാഷണമായിട്ട് നടക്കാം, അതറിയാത്ത ആളുകളെ പഠിപ്പിക്കാം, അതിലെന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ വന്നാൽ അതിനൊക്കെ ഉത്തരം പറഞ്ഞ് വലിയ ബഹുമതിയൊക്കെ ഉണ്ടാക്കാം. ഇതിനൊക്കെ കൊള്ളാം. പക്ഷെ ഒരു തലവേദന വന്നാൽ ഈ അറിവുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അന്വേഷിക്കണം എവിടെ പാരാസെറ്റമോൾ കിട്ടുക. അതുപോലെ തന്നെ യുക്തബുദ്ധി. യുക്തബുദ്ധി പറഞ്ഞാൽ യുക്തയുക്തമായിട്ട് ചിന്തിച്ചുണ്ടാക്കുന്ന ബുദ്ധിയാണ്. യുക്തയുക്തമായിട്ട് ചിന്തിച്ചുണ്ടാക്കുന്ന ബുദ്ധിക്കും അതെ അതിൻ്റെതായിട്ടുള്ളൊരു പരിമിതിയുണ്ട്. ഒരു തലവേദന മാറ്റാനോ ഒരു വയറുവേദന മാറ്റാനോ ആ ബുദ്ധിക്ക് സാധ്യമല്ല. പലതും കണ്ടുപിടിക്കാം, പലതും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ഭാവിക്കാം, ബാക്കിയുള്ളവരെ പഠിപ്പിക്കാം, അത്ഭുത പരാന്തരാക്കാം. ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ. പക്ഷെ അതിനൊന്നും തന്നെ നമ്മളെ രക്ഷിക്കാനോ വേറൊരാളെ രക്ഷിക്കാനോ സാധ്യമല്ല. അതിൻ്റെതായുള്ള പരിമിതികളുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ 2 ബുദ്ധിയും നമുക്കൊക്കെ ഉണ്ടാകും. ഈ 2 ബുദ്ധിയും മെറ്റീരിയൽ ലെവലിലാണ്, ഭൗതിക തലത്തിലാണ് ഈ 2 ബുദ്ധികൾ. അപ്പോൾ ഉപനിഷത്ത് 1980 ഉപനിഷത്ത് ഞാൻ ബൈഹാർട്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ലൗകികം മാത്രമാണ്. കാരണം ശ്രുതബുദ്ധിയാണ് വളർന്നിട്ടുള്ളത്. യുക്തിയുക്തമായിട്ട് അതിനെ മുഴുവൻ ന്യായീകരിക്കാനും സ്ഥാപിക്കാനും അല്ലാത്തതിനൊക്കെ ഖണ്ഡിക്കാനും ഞാൻ പഠിച്ചു വയ്ക്കാം. അപ്പോഴും ഞാൻ ലൗകികൻ മാത്രമാണ്, ഓർഡിനറി മാൻ മാത്രമാണ്. ആത്മീയമായ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് സങ്കല്പരഹിതമായിട്ടുള്ള അവസ്ഥ എനിക്ക് വന്നു നിൽക്കുക. കുറെ കാലത്തെ മെഡിറ്റേഷൻ കൊണ്ട് ഉള്ളിൽ സങ്കല്പരഹിതമായിട്ടുള്ളൊരവസ്ഥ വന്നാൽ അവിടെ ആനന്ദത്തിൻ്റെതായ, അറിവിൻ്റെതായ, നിർഭയതയുടേതായ ഒരു വെളിപാട് ഉള്ളിൽ നിന്ന് തോന്നിക്കഴിയുമ്പോൾ ബുദ്ധിയിൽ മാറ്റം വരും. മാറ്റം വന്നിട്ട് ശ്രുതബുദ്ധിയുടെയും യുക്തബുദ്ധിയുടെയും അല്ലാത്ത ഒരു സ്വഭാവത്തിൽ കാണും. കറിയൊക്കെ പാകാവുമ്പോൾ അതിൽ ചേർത്ത ഒന്നിൻ്റെ അല്ലാത്തതായ ഒരു ഗന്ധം പുറത്തേക്ക് വരില്ലേ, സുഗന്ധം. അതുപോലെ പഠിച്ചത് ഖുറാനായിരിക്കാം, അല്ലെങ്കിൽ ബൈബിളായിരിക്കാം, ഉപനിഷത്തായിരിക്കാം, പക്ഷെ അതിൻ്റെ ഒന്നും സ്വഭാവമല്ല. അതൊന്നും അല്ലാത്തതായിട്ട് മറ്റൊന്ന് പൊള്ളൊന്ന് പുറത്തു വരും. അതാണ് ഈ ഋതംഭരാബുദ്ധി എന്ന് പറയുന്നത്. ആ ഋതംഭരാബുദ്ധി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചാൽ ഒരു ജാതിയുടെ, ഒരു മതത്തിൻ്റെയോ ഒരു പ്രത്യേക തത്വശാസ്ത്രത്തിൻ്റെ അല്ല അദ്ദേഹത്തിൻ്റെ ഭാഷ. സാർവലൗകികമായിട്ടുള്ള കാലദേശാതീതമായിട്ടുള്ള തത്വങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് പഞ്ചഭൂതങ്ങളുടെ മേലെ അതീശ ശക്തി ഉണ്ടാവും, കാലദേശാതീതമായുള്ള പ്രജ്ഞ ഉണ്ടാവും ആ ബുദ്ധിക്ക്. മാത്രമല്ല തലവേദന ഉണ്ടെങ്കിൽ തലവേദന മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറി. അഗ്നി കത്തണ്ട, അഗ്നി പൊള്ളിക്കേണ്ട എന്ന് പറഞ്ഞാൽ പൊള്ളിക്കാതിരുന്നു എന്ന് വരാം. കൊണ്ട് സാധിക്കില്ല വെച്ചാൽ അതും കഴിയും. അത് സാധാരണ ഈ സബ്ജക്റ്റ് മനോമണ്ഡലത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ മറ്റതിൽ അതല്ല. ദാറ്റ് ഈസ് ഓൺവേർഡ് മാർച്ചിൽ ഇതൊക്കെ പ്രകടാവുന്ന ചില സ്ഥിതികൾ മാത്രം. അതൊന്നും അദ്ദേഹം നോക്കിയില്ല. അങ്ങനെ പോയി ആ അവസ്ഥ എത്തി, ഋതംഭരാബുദ്ധി വന്നു. പിന്നെ അദ്ദേഹത്തിൽ 2 മാറ്റങ്ങൾ വേറെ ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പൊ ഈ സങ്കല്പരഹിതമായുള്ള അവസ്ഥ അനുഭവപ്പെട്ടത് മുതൽക്കാണ് ആത്മീയ ജീവിതം തുടങ്ങി. അപ്പൊ ഞാൻ ധ്യാനിക്കാനിരുന്നു, കുറച്ച് സമയം ഒന്നും അറിയാതിരുന്നു. എന്നിട്ട് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഉള്ളുന്ന ആനന്ദം, അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നാൽ എന്തൊരു ആനന്ദമാണ്. ഉള്ളിൽ നിന്ന് നാടി കയറുമ്പോൾ മുഴുവൻ ഫ്ലഡഡ് ആവുക. അതുകൊണ്ട് ആരും വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ തന്നെ ഇരിക്കാൻ. അങ്ങനെ ആനന്ദം തോന്നുക. പിന്നെ എന്തെങ്കിലും ഒരു ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് വെളിവാക്കുമ്പോൾ ഇതുവരെ ആരും ബുക്കിൽ എഴുതാത്ത മാതിരി വെളിവാക്കിട്ടുണ്ട്. പിന്നെ ഭയം, ഒരു പാമ്പ് ഇങ്ങനെ വെച്ചാൽ അതതിൻ്റെ പാട്ട് പൊക്കോട്ടെ എന്ന് വെച്ചാൽ
ഒരു തേള് മേലെ കൂടെ കയറി അത് അവന് വേറെ എന്തെല്ലാം പണിയുണ്ട്, കുറച്ച് നേരത്തിലൊക്കെ നടന്നിട്ടാണ് പൊക്കോളൂ വിചാരിച്ച് അങ്ങനെ ഇരിക്കുക. അങ്ങനെയോ അപ്പോൾ നിർഭയത. മരണം എന്ന് പറഞ്ഞ് തീരെ ഭയം ഉണ്ടാവില്ല. കാല് പോവോ കണ്ണ് പോവോ മൂക്ക് പോവോ അതൊന്നും അത് പേടിയുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് വരും. അതാണ് ആത്മീയ ജീവിതം. അന്ന് മുതലാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ അന്ന് മുതൽക്കാണ് ഈ മാറ്റം അവനവൻ്റെ ഉള്ളിൽ. അപ്പം ഞാനതുണ്ട് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഈ അതിൻ്റെ ഇല്ലായ്മയിലുള്ള ദുഃഖം തോന്നുന്നത് ഞാൻ അനുഭവിക്കും. ഒരു വേഷമൊക്കെ മാറ്റിയിട്ട് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒന്നും വരാം. പക്ഷെ അത് ഞാൻ എന്നെയും ബാക്കിയുള്ളവരെയും ചതിക്കുകയാണ്. അപ്പം ഈ ചതിവ് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഞാൻ സ്വയം ചതിക്കുന്നുണ്ടോ മറ്റുള്ളവർ ചതിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിനുവേണ്ടിയാണ് മഹാത്മാക്കൾ ഈ ശാസ്ത്രമൊക്കെ വേണ്ട പോലെ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഈ വിചാരം കെട്ടടങ്ങാൻ എന്ത് ചെയ്യണം? വിചാരം കെട്ടടങ്ങാൻ എന്ത് ചെയ്യണം? വിചാരം കെട്ടടങ്ങാൻ നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ചിന്തകൾ ഇങ്ങനെ വരും. എറണാകുളം പട്ടണത്തിൽ കൂടെ കാറും ബസ്സും ഒക്കെ ഓടുന്ന മാതിരി ഓരോ തരത്തിലുള്ള ചിന്തകൾ, നല്ല ചിന്തകളും ചീത്ത ചിന്തകളും ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോകുമ്പോൾ ഓരോ ചിന്ത വരുന്ന സമയത്ത് ആക്കി എന്തൊരു കഷ്ടമാണ്, ഇങ്ങനത്തെ ചിന്ത വരുന്നു അങ്ങനത്തെ ചിന്ത വരുന്നു, ഇതൊന്നും ചിന്തിക്കാൻ പാടില്ലാത്ത എല്ലാം ഇപ്പം മനസ്സിൽ വരുന്നത് എന്തൊരു കഷ്ടമാണ്, സങ്കടമാണ് നമുക്ക് തോന്നുന്നു. പക്ഷെ ആ തോന്നലൊന്നുമില്ല. എന്തെങ്കിലും പൊക്കോട്ടെ, ഈ റോട്ടിൽ കൂടെ എന്ത് വാഹനം പോയാലും എനിക്കെന്താ, നല്ല കാറ് പോകുന്നു, ചീത്തക്കാർ പോകുന്നു, പഴയ മോഡൽ പോകുന്നു, പുതിയ മോഡൽ പോകുന്നു, കോസ്റ്റ്ലി ആയിട്ടുള്ള വെഹിക്കിൾസ് പോകുന്നു, അതിനെന്താ എനിക്കെന്താ, അങ്ങനെ പൊക്കോട്ടെ വന്നോട്ടെ, സാരില്ല, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ന്യൂട്രലായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ നല്ല ചിന്തകൾ, രാഗം ദ്വേഷം കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം ദമ്പം ദർപ്പ അഹങ്കാര സ്വയ വിദ്വേഷം എന്ത് വന്നോട്ടെ, ചിന്തകൾ വന്നോട്ടെ പോയിക്കോട്ടെ. അത് കാണുന്നു എന്ന് പറഞ്ഞാൽ കാണുന്ന ഞാൻ വേറെയാണ്, കാണപ്പെടുന്നതാണ് ഇതെന്നല്ല. അപ്പൊ ഈ സങ്കല്പം വന്നോട്ടെ പോയിക്കോട്ടെ, സങ്കല്പങ്ങൾ ഉണ്ടായാലും യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതിരിക്കുക. അപ്പൊ വിചാരം ഉണ്ടെങ്കിലും സമമായ അവസ്ഥയിലിരിക്കുന്നു. ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു മാത്രം. അങ്ങനെ ഒരു അവസ്ഥ വന്നാലേ അയാളിലാണ് കാലക്രമേണ സങ്കല്പങ്ങൾ കെട്ടടങ്ങുക. ജ്ഞാനമാനന്ദ നിർഭയത പുറത്തേക്ക് കാണുക, ബുദ്ധിക്ക് ട്രാൻസ്ഫോർമേഷൻ ഒന്ന് ഹൃദംബരാവുക. അപ്പൊ അങ്ങനെ സങ്കല്പങ്ങൾ വന്നാലും സാരില്ല എന്ന് വെക്കാൻ എങ്ങനെയാ കഴിയുക? അതിന്റെ മുമ്പ് ഒരു ട്രെയിനിങ് ഉണ്ട്. ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നതിനൊക്കെ തക്ക കാരണം ഉണ്ടാവും. പിന്നിൽ ഒരു കാരണം കൂടാതെ കാര്യമില്ല. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? ഇറാഖിൽ ബോംബിടാനോ അതിനൊക്കെ കാരണം അപ്പുറമുണ്ട്. ബുഷാണോ കാരണം? ബുഷൊന്നും അല്ല കാരണം. കാരണം 400, 500, 600 കൊല്ലം മുമ്പ് എഴുതിയുള്ള ബുക്കിൽ ഇറാഖില് ഏർലി മോർണിംഗ് ആയിരിക്കും അമേരിക്ക ബോംബിടുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മോർണിംഗിലായിരിക്കും യുദ്ധം, പിന്നെ യുദ്ധം തുടങ്ങുന്നത്. 8:20 യുദ്ധം തുടങ്ങി നമുക്ക് പേപ്പറിൽ വായിച്ചു. അത് ഇന്നലെ എഴുതിയ ബുക്കല്ല, എത്രയോ കാലം മുമ്പ് എഴുതിയതാണ്. നമുക്കൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. എല്ലാവരും തക്ക കാരണം പിന്നിലുണ്ടാവും എന്നറിയുന്ന സമയത്ത് എന്ത് കണ്ടാലും നമ്മൾ ഭ്രമിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ ഇതിൻ്റെ മുമ്പേ. അപ്പൊ എന്ത് കണ്ടാലും ഭ്രമിക്കാത്തൊരവസ്ഥ, അതിനൊക്കെ തക്ക കാരണം പിന്നിലുണ്ടാവും. അതിൻ്റെ അച്ഛനെ മകൻ തല്ലിയത് അതിന് തക്ക കാരണം ഉണ്ടാവും. ഒരു കാരണം കൂടാതെ മകനെ എങ്ങനെ അച്ഛൻ തല്ലും? കാരണം ഉണ്ടാവും. അത് ഭ്രമിക്കേണ്ട, നമ്മൾ ഉണ്ടായിരുന്നാൽ മതി. അപ്പൊ അങ്ങനെ എന്ത് കാര്യം കണ്ടാലും അതിനൊക്കെ കാരണം ഉണ്ടാവും എന്ന് വിചാരിച്ച് അനങ്ങാതിരിക്കുക എങ്ങനെ കഴിയാൻ കാരണം? അങ്ങനെ അതെന്തുകൊണ്ടാണ്? അതിന് മുമ്പേ വേറൊരു കാരണം. എന്ത് കണ്ടാലും അതിനൊരു കാരണം ഉണ്ടാവുമോ? എന്താ അതിന് കാരണം? അന്വേഷിക്കുന്ന ഒരു പ്രായമുണ്ട് നമുക്ക്. അപ്പൊ അതെന്താ അങ്ങനെ തല്ലാൻ കാരണം? ഞാൻ അത് പോയി അന്വേഷിച്ച് നോക്കട്ടെ, എന്താ നിങ്ങളെ മകൻ തല്ലാൻ കാരണം? അപ്പൊ അയാള് വടിയെടുത്ത് എന്നെ തല്ലാൻ വരികയാണ്. അപ്പൊ അയൽക്കാരോട് ചോദിച്ചു, എന്താ ഈ മകൻ അച്ഛൻ തല്ലാൻ കാരണം? ഒന്നും പറയാതിരിക്കാൻ, ആ തന്തേനെ തല്ലാത്ത ഞാൻ പിന്നെ എന്താ കൊല്ലാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. ആ മകൻ തല്ലിയതല്ലേ ഉള്ളൂ, ഇനി അപ്പുറമാണ് ആ തന്തയുടെ സ്വഭാവം. അപ്പോൾ അത് അന്വേഷിച്ച് കുറച്ചും കൂടെ ആൾക്കാരോടൊക്കെ അന്വേഷിച്ച് കള്ള് ഷാപ്പിലൊക്കെ പോയി അയാളെ കൂട്ടുകാരോടൊക്കെ ചോദിച്ച സമയത്ത് അതങ്ങനെ മനസ്സിലാവും. അത് ശരി, അങ്ങനെയല്ല, തല്ലോ കൊച്ചി സമാധാനം. അപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ സമാധാനമായി. ഒരു കാര്യം കണ്ടുപോയതിന് കാരണം അറിഞ്ഞപ്പോൾ സമാധാനം. നേരെ കുറച്ച് അറിയാത്ത കാലം വരെ സമാധാനം ഇല്ല.
അങ്ങനെ കുറെ കാലം എന്ത് കണ്ടാലും അതെന്താ കാരണം ഇങ്ങനെ അന്വേഷിച്ച് എല്ലാവരും കാരണം കണ്ടുപിടിച്ചു. കഴിഞ്ഞ 20 കൊല്ലമായി ഓരോന്നിൻ്റെ ഈ കാരണം അന്വേഷിച്ച് പോയപ്പോൾ കത്തിന് തക്ക കാരണം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ പറയാം, അവള് കണ്ടില്ലേ, അയാള് ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നിട്ട് അമ്മായിൻ്റെ കഴുത്തിൽ കയറ് കെട്ടി തൂക്കിയിട്ടുണ്ട്. അമ്മായി മരിക്കാതെ ഇങ്ങനെ ആടിക്കളിക്കാന്നാ പറയുന്നത്. മരുമോൾ അതിൻ്റെ അടുത്ത് കത്തിയും കൊണ്ട് വെട്ടാൻ നിൽക്കുകയാണ്. ആളുകളൊന്നും അടുക്കുന്നില്ല. ആരാ വരുന്ന വെച്ചാൽ അവരെ വെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതെന്താ കാരണം? അതെന്താ മനസ്സിലാവുന്നില്ല. പോയി നോക്കി. അപ്പൊ എന്താണ്? മാനസിക രോഗിയാണ്. ആര്? അമ്മായി മാനസിക രോഗിയാണ്, മരുമോളും മാനസിക രോഗിയാണ്. അതല്ല, അവന് തൂച്ചാവാൻ വേണ്ടി കെട്ടി തൂക്കിയിരിക്കുന്നത് ചാവേണ്ട തരത്തിലൊന്നുമല്ല. അപ്പൊ രണ്ടുപേരും ഭ്രാന്താണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഭ്രാന്ത് ഇങ്ങനെയൊക്കെ എല്ലാവരും എന്താ പോന്നു. കുറെ കഴിഞ്ഞതിന് ശേഷം പറയാണ്, അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ 3 പേരെ കുത്തിക്കൊണ്ടു ഒരാള്. എന്നിട്ട് അയാള് കത്തി കൊണ്ട് നടക്കുന്നു ബാക്കിയുള്ളവരെയും കൊല്ലാൻ. അതെന്താ കാരണം? അതിനൊക്കെ കാരണം ഉണ്ടാവും. നമ്മൾ വരുന്നോ? നമുക്കൊന്ന് അന്വേഷിച്ച്. ഞാൻ വരുന്നില്ല. അതെന്താ വരാത്ത? ഞാൻ 20 കൊല്ലമായിട്ട് ഇയാൾ കേൾക്കുമ്പോൾ ഓടിപ്പോയി നോക്കി, അന്വേഷിച്ച് നോക്കുമ്പോൾ കാരണം മനസ്സിലായി. ഇപ്പം എനിക്ക് മനസ്സിലായി എല്ലാ കാര്യത്തിനും തക്ക കാരണം. കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം എന്തെങ്കിലും ഡൈവോഴ്സ് ചെയ്യാൻ കാരണം ഒക്കെ തക്ക കാരണം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. എന്നാലും നിങ്ങൾ അയൽവക്കത്ത് ഇങ്ങനെ സംഭവിച്ചിട്ട് അന്വേഷിച്ചില്ലല്ലോ. അതിനൊക്കെ എന്ത് കാര്യത്തിനും തക്ക കാരണം അപ്പുറം ഉണ്ടെന്ന് എനിക്ക് ബോധ്യായി. ഇനി എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ മാത്രം സമാധാനമാവുന്ന ആൾക്ക് ഇപ്പോൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അല്ലാത്തതിന് സമാധാനം. അപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ സമാധാനമാവുന്നതിന് സവിതർക്ക സമാധി എന്ന് പറയും. അന്വേഷിക്കാതെ തന്നെ സമാധാനമായി കഴിഞ്ഞാൽ നിർവിതർക്ക സമാധി എന്നാ പറയും. അങ്ങനെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും തക്ക കാരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സങ്കല്പങ്ങൾ ഉണ്ടാവും പോവാ. അതെന്താ അങ്ങനെ? അത് മനസ്സിന്റെ സ്വഭാവമാണ്. ഏട്ടനെ കൊന്നാൽ സ്വത്ത് മുഴുവൻ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കും. പിന്നെ വിചാരിക്കും പാവം വേണ്ട, ഏട്ടന് അവിടെ ജീവിച്ചോട്ടെ, കാരണം നമുക്ക് വല്ല അത്യാവശ്യം വരുമ്പോൾ മൂപ്പര് വേണമല്ലോ സഹായിക്കാൻ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കും ചില സമയത്ത്. പിന്നെ വളരെ മാരകമായിട്ടുള്ള അമ്മ മരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഭാര്യയ്ക്കും അങ്ങോട്ട് മാറായിരുന്നു. അപ്പം അമ്മ ഒരൊറ്റ കാരണം കൊണ്ട് ഏട്ടന് ഞാൻ ഒന്നിച്ച് താമസിക്കണം എന്ന് വാശി പിടിക്കൊണ്ടല്ലേ ഈ കട്ടപ്പാടൊക്കെ. ഈ നാത്തുമാർ തമ്മിൽ പോരൊക്കെ കാണേണ്ടി വന്ന് അമ്മ ഇനി എത്ര കാലം കടക്കാവും. ജാതകം കൊണ്ട് ഞാൻ പണിക്കരെടുത്ത് നോക്കിച്ചാണ്. അപ്പോൾ 2 വയസ്സുണ്ട് എന്നാ പറയും. 57 വയസ്സിൽ ഒരു ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ദീർഘായുസാണ്. അതോടുകൂടി നിരാശയായി എന്നാ പറയും. അപ്പൊ അങ്ങനെ കുറെ നോക്കി, അതൊക്കെ മനസ്സിൽ തോന്നുക. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ സ്വഭാവമാണ്. ഇപ്പൊ മനസ്സിലായി. മനസ്സിൽ വേണ്ടാത്തര അതും ഇതൊക്കെ തോന്നുക. അമ്മ വരെ മരിക്കാൻ പ്രാർത്ഥിക്കുന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. പറഞ്ഞിട്ട് എന്താ ചെയ്യാ? അതിലെ ഗുരുക്കന്മാരാന്ന് വെച്ചാൽ മഹാഗുരുകൾ സമാധിയെ കഴിഞ്ഞാൽ ഇനി അടുത്ത മഹാഗുരു ഞാനല്ലേ എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് മനസ്സിന്റെ സ്വഭാവമാണ്. എന്നാൽ ആ ഗുരു സമാധിയെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഇയാതി വല്ല പ്രശ്നം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും മനസ്സിന്റെ സ്വഭാവം അടുത്ത പ്രാവശ്യം പറഞ്ഞിട്ടില്ലായി. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ സ്വഭാവം എന്ന് മനസ്സിലായോ? ഓരോ ചിന്തകൾ വരും പോവും. അത് വന്നോട്ടെ പൊക്കോട്ടെ എന്ന്. ഇപ്പൊ ഞാനൊന്നും ചെയ്യാറ്. ചിന്തകൾ വന്നോട്ടെ പൊക്കോട്ടെ. അതിനെയാണ് സവിചാര സമാധി. വിചാരം ഉണ്ടെങ്കിലും ഇയാള് സമാധിസ്ഥനാണ്. സമാധി എന്ന് പറഞ്ഞാൽ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, അനങ്ങാത്ത നല്ല സമനിലയിലിരിക്കുന്ന ബുദ്ധി എന്നാണ്. അപ്പൊ അതാണ് സവിചാര സമാധി. ഈ സവിചാര സമാധിയിൽ കുറേ കാലം കഴിയുമ്പോൾ എന്താ സ്ഥിതി? ചിലപ്പോൾ കാണാൻ സങ്കല്പങ്ങളൊക്കെ കെട്ടടങ്ങിയ. സങ്കല്പങ്ങളൊന്നും ഇപ്പൊ വരാറും പോകാറുമില്ല. ചിലപ്പോ വല്ല സങ്കല്പം ഇങ്ങനെ വന്നാണ് പോവും. ഈ നീലഗിരി മലയുടെ മുകളിൽ ഒരു ദിവസം കുറെ ഈ ഹോളിഡേയ്സിലൊക്കെ പോയി കാട്ടിൽ ഒറ്റയ്ക്ക് മലയുടെ മുകളിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ. അപ്പോൾ കാണാം ചില ദിവസം കുറേ മൃഗങ്ങൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാം ഇങ്ങനെ കടന്നു പോകുന്ന കാണാം. ചില ദിവസം കാണാം 1 or 2 മൃഗങ്ങൾ മാത്രം. ഒരു ദിവസം ഒന്നിനെയും കണ്ടില്ല. വൈകുന്നേരം സമയത്ത് കുറുക്കം മാത്രം 4 മണിയാകുമ്പോൾ ഇങ്ങനെ വന്ന് മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നത് നമ്മൾ കാണുന്നില്ല. അനങ്ങാതിരിക്കുന്നുണ്ട്, അനങ്ങാറിയില്ല. അങ്ങനെ കാട്ടുകോഴികൾ മാത്രം പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇങ്ങനെ കൊക്കും, പി എന്ന് പറഞ്ഞിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ നോക്കും. കുറെ നേരം നോക്കി ഇങ്ങനെ നിന്നിട്ടാണ് പോകും. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നതാണ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട്. അപ്പം അങ്ങനെ അതുപോലെയാണ് ഈ മനസ്സിലെ സങ്കല്പങ്ങൾ നടത്തും.
കാട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ മുമ്പ് കൂടെ ചിലപ്പോൾ പാമ്പൊക്കെ ഇങ്ങനെ പോകുന്നതാണ്, ചിലപ്പോൾ പുള്ളമ്പന്തി പോകുന്നതാണ്, കുറുക്കന്മാർ പോകും, അങ്ങനെ പലതും ഇങ്ങനെ പോകുന്നതാണ്. പോകുമ്പോൾ അത് അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് നോക്കുക, ഒന്നും അനങ്ങാതെ അതിനങ്ങനെ പൊക്കോളും വന്നോളും. അതുപോലെ സങ്കല്പങ്ങൾ ചിലപ്പോൾ കാണാം. ഇപ്പം എങ്ങനെയാണ് സങ്കല്പങ്ങളൊക്കെ? സങ്കല്പങ്ങൾ ചില സമയത്തൊന്നും ഉണ്ടാവില്ല, ചില സമയം ഇങ്ങനെ വരും പോവും. അത് ഞാൻ ശ്രദ്ധിക്കാറില്ല. ചില സമയത്ത് എല്ലാം കെട്ടടങ്ങി ഉറങ്ങുന്ന മാതിരി ഇങ്ങനെ ഇരിക്കും, കുറേ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതിനെയാണ് നിർവിചാര സമാധി. ഈ നിർവിചാര സമാധി തുടങ്ങി കഴിഞ്ഞാലാണ് ആധ്യാത്മികമായിട്ടുള്ള മാറ്റം നമ്മൾ വരിക. ആത്മീയ മണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന് അപ്പോഴാ ബോധ്യം വരും. അപ്പൊ ഇത്രയും ആവാൻ എത്രയോ ജന്മങ്ങൾ നമുക്ക് കഴിയേണ്ടി വരുന്ന മഹാത്മാക്കൾ പറയുന്നത്. ഈ ഒരു സ്പിരിറ്റിൽ നമ്മൾ ജീവിതത്തെ എടുത്താൽ മതി എന്നാണ്. അതായത് എന്ത് കേട്ടാലും അതിനൊരു കാരണം അന്വേഷിക്കണം. അതറിഞ്ഞാലേ സമാധാനം വെച്ചാൽ ഉടൻ തന്നെ ഫോൺ ചെയ്ത് അതെന്താ അവിടെ എങ്ങനെ സംഭവിച്ചാലും എന്തെങ്കിലും കാര്യം. ഒരു കൊച്ചുകുട്ടിയെ അവിടുന്ന് കണ്ടു കിട്ടി, അതിനെ ഉടൻ തന്നെ പോലീസ് എടുത്ത് അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുത്തു, അല്ലെങ്കിൽ കുട്ടികളെ സ്വീകരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തു. വൈകുന്നേരം ആകുമ്പോൾ ആ കുട്ടിയുടെ അഡ്രസ്സില്ല എന്ന് പറയുന്നു. പോലീസുകാരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ഇപ്പോൾ അവിടുന്ന് കുട്ടി പോയത്, എന്തേ കാരണം, എങ്ങനെയാ പോയത്? അപ്പോൾ അവിടെ നോക്കാനുള്ള സംവിധാനമില്ലേ? നമുക്ക് പോയി നോക്കണം. നിവൃത്തിയില്ല. അതറിയാനായിട്ട് ആകെ ഒരു മനസ്സിന് വിഷമം. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജ്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ വിഷമിച്ചൊന്നും ഉണ്ടാക്കരുത്. ആരെങ്കിലും ചോദിച്ചറിയാം, അല്ലെങ്കിൽ ഫോൺ ചെയ്യുക, എന്നിട്ട് അതിൽ അറിഞ്ഞത് സമാധാനമായി. രാവിലെ പേപ്പർ വരുന്ന സമയത്തുള്ള ഒരു പേപ്പറാളെന്താ ഓരോരുത്തർക്ക് അങ്ങനെ പേപ്പർ കൊണ്ടെന്ന് പഠിക്കിട്ടു. ഇട്ട സമയത്ത് അയൽക്കാരൻ വന്ന് ആ പേപ്പർ എടുത്ത് ഇങ്ങനെ നോക്കാന്ന് നോക്കി, അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാകും. നേരെ കുറച്ച് വായിച്ചു കഴിഞ്ഞാലോ അയാൾ വന്നിട്ട് ആ പേപ്പർ ഒന്ന് കൊണ്ടുപോക്കോളും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടേണ്ട ആവശ്യമില്ല, അവിടെ യാതൊരു പ്രയാസം. നമ്മൾ ചാപ്പാട് ഇങ്ങനെ കാലായി വരുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്നാൽ നമുക്ക് പറ്റില്ല. ചാപ്പാടൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു, പിന്നെയും കുറെ ബാക്കിയുണ്ട്, ആരെങ്കിലും വന്നാൽ എന്തൊരു സന്തോഷം, വരുമെന്ന് എന്നിട്ട് പോവാം, സന്തോഷം. ഇതുപോലെ നമ്മളെ സ്ഥിതി. ആദ്യം എന്ത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അതിനെക്കുറിച്ച് ജിജ്ഞാസ ഉണ്ടാവും. ആ ജിജ്ഞാസ വരണം, അതിന് കാരണം അറിയണം, നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം അന്വേഷിക്കണം. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ എന്ത് കേട്ടാലും കണ്ടാലും ഒന്നുമില്ല, ഒരാളിങ്ങനെ പറന്നു പോകണം അതിൻ്റെ മേൽക്കൂടെ നിന്ന്. അവർ വരുന്നോ കാണാൻ? വരുന്നില്ല. കാണണ്ടേ? അങ്ങനെയൊക്കെ ഉണ്ട് ഈ ലോകത്ത്. പറക്കാനെന്ന് പറഞ്ഞാൽ അതിനൊക്കെ തക്ക കാരണം ഇതിൽ അപ്പുറമുണ്ട്. ജലപങ്ക കണ്ടകാദിഷു ഉത്ക്രാന്തിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് 17 മാസം പറഞ്ഞിട്ടുണ്ട്. ജലത്തിൻ്റെ മേലെ ചളിയും വെള്ളത്തിൻ്റെ മേലെ പിന്നെ മുള്ളുണ്ട്, അതിൻ്റെ മേൽക്കൂടൊക്കെ നടക്കുന്ന പറയുന്നത്. ഒന്നും മുള്ളു കുത്തില്ല, ചളിയിലാണ്ട് പോയില്ല, വെള്ളത്തിലാണ്ട് പോയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെയുള്ള കാരണങ്ങളുണ്ട് അതിൻ്റെ അപ്പുറം. അതൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. അത് തന്നെ ഉണ്ടാവുന്നതിൽ കാണാൻ അങ്ങനെ ജിജ്ഞാസ ഒന്നുമില്ല. അപ്പം സങ്കല്പങ്ങൾ ഒരു കാരണം കണ്ടു, ഒരു കാര്യം കണ്ടു, അതിന് കാരണം അറിയണമെന്നൊന്നുമില്ല. അതിൻ്റെ ഒക്കെ കാരണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതാണ് നിർവിതർക്ക സമാധി എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്കാണ് സങ്കല്പം വന്നാലും ഇല്ല, സാരം പോയാലും ഇല്ല, എന്ത് സങ്കല്പം വന്നാലും കുഴപ്പമില്ല. അതാണ് സവിചാരം. വിചാരം ഉണ്ടെങ്കിൽ സമാധി അവസ്ഥ. അവസാനം സങ്കല്പരഹിതമായിട്ടുള്ള അവസ്ഥ വരുന്നു. അത് മുതൽക്ക് ആത്മീയ ജീവിതം തുടങ്ങുക. ഉള്ളിൽ നിന്ന് ആനന്ദം ഇങ്ങനെ വരിക, എന്തിനെ കുറിച്ചും അറിയുമ്പോൾ ഇങ്ങനെ ഉണരുക, ഭയമില്ലാതെ ആവുക. പിന്നെ തീർന്നു. പിന്നെ ലോകത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ലോകത്തെ ആശ്രയിക്കുന്ന 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് ആനന്ദത്തിന് വേണ്ടി, ആനന്ദിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരസ്പരം ആശ്രയിക്കുന്നത്. ആനന്ദ സ്വരൂപമായുള്ള ആത്മാവിൽ നിന്ന് ആനന്ദം കിനിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആനന്ദത്തിന് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത് അറിവിന് വേണ്ടിയാണ്. അറിവിന് വേണ്ടി നമ്മൾ ലൈബ്രറിയിൽ പോകുന്നു, ബാക്കിയുള്ളവരെ പ്രഭാഷണം കേൾക്കാൻ പോകുന്നു, ബാക്കിയുള്ളവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ അറിവിൻ്റെ സ്വരൂപം ഇവിടെ ഇങ്ങനെ ഉണർന്ന് കിട്ടുകയാണ്. ഏത് പുസ്തകം വായിക്കുമ്പോഴും ഇവിടുന്ന് കിട്ടുന്ന അത്ര അതിലില്ലാന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ബാഹ്യലോകത്തെ ആശ്രയിക്കാനുള്ള ആഗ്രഹം പോയി. പിന്നെ ഭയന്നിട്ടാണ് നമ്മൾ ബാഹ്യലോകത്തെ ആശ്രയിക്കുന്നത്. പേടിച്ചിട്ട് പേടി പോയി കഴിഞ്ഞാൽ പിന്നെ ആരെ ആശ്രയിക്കേണ്ടത്? അപ്പോൾ ഈ പ്രപഞ്ചത്തിനോടുള്ള ആശ്രയ ബുദ്ധി പരിപൂർണമായിട്ട് കെട്ടടങ്ങും. എപ്പോ ജ്ഞാനസ്വരൂപം, ആനന്ദസ്വരൂപം, നിർഭയസ്വരൂപമായിട്ടുള്ള ആത്മാവിൻ്റെ പ്രതിഭാനം ഉള്ളിൽ അനുഭവപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഇൻഡയറക്റ്റായിട്ടുള്ള അനുഭവമാണ് ജ്ഞാനവും ആനന്ദവും. നിർഭയത ഉള്ളിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് എപ്പോഴാത് സങ്കല്പം ഇല്ലാതായി കുറച്ചു കാലം കെട്ടിക്കഴിഞ്ഞു.
അപ്പൊ സങ്കല്പില്ലാതാവുമോ വെച്ചാൽ സങ്കല്പം ഉണ്ടെങ്കിലും സാരമില്ല എന്ന് വെക്കാൻ പറ്റിയാൽ കുറെ കഴിയുമ്പോൾ സങ്കല്പില്ല. അപ്പോഴാണ് ബുദ്ധിക്ക് പരിണാമം വരിക. പറയുന്നത് മുഴുവൻ പാരമാർത്ഥിക സത്യത്തിന്റെ, ഒരു മതത്തിനോ ഒരു ജാതിക്കോ ഒരു നാഷണാലിറ്റിക്കോ എതിരായിട്ടുള്ള ഒരു വാചകം ഉള്ളത് വരില്ല. അപ്പൊ നമുക്ക് നോക്കാം ഓരോ മതതത്വങ്ങൾ. ഇതിന്റെ അപ്പുറം കുറെ പറയുന്നുണ്ട് പതഞ്ജലി മഹർഷി. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പതഞ്ജലി യോഗസൂത്രം എടുക്കുന്ന സമയത്ത് ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് മതങ്ങളെ നോക്കാം. ഇപ്പൊ ഖുറാനുണ്ട്, ബൈബിളുണ്ട്, ഗീത ഉണ്ട്, ഉപനിഷത്തുകളുണ്ട്, ഷിൻഡോ മതം, കൺഫ്യൂഷ്യനിസം, ടാവോ മതം, കുറെ മതങ്ങൾ, ജൈനിസം, ബുദ്ധിസം, അതൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നോക്കിയാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതായ തത്വങ്ങളുണ്ട്. അത് മുഴുവനും ഋതംഭരാബുദ്ധി തെളിഞ്ഞ ആളുകളിൽ നിന്ന് വന്ന വചനങ്ങളാണ്. നേരെ മറിച്ച് നമുക്ക് ചില വാചകങ്ങൾ കേൾക്കുമ്പോഴേ അങ്ങനെ പറഞ്ഞത് ശരിയാവില്ല, അത് ദൈവവചനമാണ്, നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഋതംഭരാബുദ്ധി തെളിഞ്ഞിട്ടില്ലാത്ത മറ്റേതോ ആളുകളുടെ വചനങ്ങളാണ്. അതിന് പ്രക്ഷുബ്ധങ്ങൾ എന്ന് പറയും, കൂട്ടിക്കലർത്തിയത്, കൂട്ടിച്ചേർത്തത്. ഉദാഹരണമായിട്ട് എന്നോട് ഒരാളൊരു കാര്യം പറഞ്ഞു, എന്താ അയാൾ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എൻ്റെ ചില വാചകങ്ങൾ ശൈലിയിൽ കൂട്ടിച്ചേർത്താ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞതും എൻ്റെതായിട്ടുള്ള ശൈലിയും കൂട്ടിച്ചേർത്തതും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റും. കാരണം അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്, ജ്ഞാനിയാണ്, ഞാൻ അജ്ഞാനിയാണ്. അജ്ഞാനിയായി വ്യാഖ്യാനിക്കുന്ന സമയത്ത് അജ്ഞാനം കലർന്നിട്ടേ വ്യാഖ്യാനം വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏത് ദിവ്യഗ്രന്ഥം എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം നോക്കിയാൽ, ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മളുടെ അന്തരാത്മാവ് തലകുലിക്ക് സമ്മതിക്കുന്ന വാചകങ്ങളൊക്കെ ഋതംഭരാബുദ്ധി തെളിഞ്ഞിട്ടുള്ള ഒരാളിൽ നിന്ന് വന്ന വാചകങ്ങളാണ്. അല്ലാത്തതൊക്കെ ലൗകികന്മാര് കൂട്ടിച്ചേർത്തതായിരിക്കും. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ദൈവീകമായിട്ടൊരു വചനം, ഋതംഭരാബുദ്ധി എന്ന് പറഞ്ഞ ഒരു വചനം ഒരാളെ സത്യവാനായിട്ട് ഒരാളെ അസത്യവാദിയായിട്ടും പറയില്ല. എല്ലാം ഒന്നിൻ്റെ തന്നെ നാനാതരത്തിലുള്ള പ്രതിഭാസങ്ങളായിട്ടേ കാണുന്നു. ഒരു ഭർത്താവ് ഭാര്യയെ കണ്ണു കുടിച്ച് വന്ന് ചവിട്ടുകയാണ് ഡെയിലി നോക്കിയ അയൽവക്കത്ത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അയാളോട് ഞാൻ എന്ത് പറയണം? സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതഹിതം പ്രോക്തം. ഒരാൾക്ക് ഹിതകരമായ, ഒരാൾക്ക് പുരോഗമനം ഉണ്ടാക്കുന്ന, ആത്മാവിനോട് അടുപ്പിക്കുന്ന, സത്യത്തോട് അടുപ്പിക്കുന്നതായ ഒരു ശൈലിക്കാണ് ഹിതം എന്ന് പറയുന്നത്. അപ്പൊ ഹിതം ഭൂതങ്ങൾക്ക് ഹിതകരമായി സംസാരിക്കുന്നതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് പറയുന്നത് സത്യമാവുക? ഇനി മേലിൽ തല്ലരുത്, ഭാര്യ എങ്ങനെ തല്ലുന്നത് ശരിയല്ല, നമ്മൾ നിർത്തണം എന്ന് പറയുന്നതാണ് ശരി എന്നല്ലേ നമ്മൾ വിചാരിക്കാം. പക്ഷെ സത്യം ഭൂതഹിതം പ്രോക്തം എന്ന് പറഞ്ഞാൽ ആ നിർവചന പ്രകാരം നോക്കുമ്പോൾ ഇതിലേത് പറയുന്നതാ ശരി? അപ്പൊ പറയേണ്ടത്, സത്യം പറയണമെങ്കിൽ, നമുക്കൊരു കാര്യം ഒരാളോട് ഉപദേശിക്കണമെങ്കിൽ ചുരുങ്ങിയത് ത്രികാലജ്ഞാനിയായിരിക്കണം എന്നാണ് പറയുന്നത്. 3 കാലത്തെക്കുറിച്ച് അറിയണം. ഈ ഭാര്യയുടെ കഴിഞ്ഞ ജന്മം എന്താണ്, വരാൻ പോകുന്ന ജന്മം എന്താണ്, ഇപ്പോഴുള്ള ജന്മം എന്താണ്, ഈ തല്ലുന്ന ഭർത്താവ് പണ്ട് ആരായിരുന്നു, കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, ഈ ജന്മത്തിൽ ആരാ, വരുന്ന ജന്മത്തിൽ എന്തായിരിക്കും? ഈ 3 അറിയുന്ന ഒരാൾക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഒരു ഉദാഹരണം പറയാണ്. കഴിഞ്ഞ ജന്മത്തിൽ 120 കള്ള് ഷാപ്പുകൾ നടത്തിയിരുന്ന ഒരു അബ്കാരി കോൺട്രാക്ടറാണ് ഈ ഭാര്യ. നിരവധി വീടുകളിൽ കള്ളു കുടിച്ച ആൾക്കാർ ഭാര്യമാരെ തല്ലുകയും ചവിട്ടുകയും കുപ്പിക്കഷ്ണങ്ങളൊക്കെ പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവം. അതിന്റെ കർമ്മഫലമായിട്ട് ആ അബ്കാരി കോൺട്രാക്ടർ ഒരു കള്ളുകുടിയന്റെ ഭാര്യയായിട്ട് വന്ന് അവതരിച്ചതാണെന്ന് വയ്ക്കുക. ആണെങ്കിൽ ആ സ്ത്രീക്ക് ആ കർമ്മഫലം അനുഭവിച്ച് തീരേണ്ടതുണ്ട്. ആ കർമ്മഫലം എത്ര അനുഭവിക്കാനുണ്ടോ അത്രയും അനുഭവിക്കാൻ പറ്റിയ ഒരു ശരീരം, മനസ്സും ബുദ്ധി എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് അനുഭവിപ്പിക്കാൻ
വേണ്ടി കള്ളുകുടിയനായിട്ടുള്ള ഒരു ഭർത്താവിൻ്റെ ഭാര്യ ആക്കി നമ്മൾ. അപ്പൊ അയാൾക്കും അതേമാതിരി കഴിഞ്ഞ ജന്മ ഒരു ജീവിതം, കഴിഞ്ഞ ജന്മ അയാളുടെ കർമ്മവാസന ഇതാണ്. അപ്പൊ ഈ രണ്ട് കർമ്മവാസന ഒന്നിച്ചു ചേർത്താന്ന് വെക്കുക. അപ്പൊ നമ്മൾ ഉപദേശിച്ചു മേലിൽ ചവിട്ടരുത്, ജസ്റ്റ് സ്ത്രീ എവിടെ പൂജിക്കപ്പെടുന്നു അവിടെയാണ് ഐശ്വര്യം എന്നൊക്കെ പറയണതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത് നമ്മൾ പറഞ്ഞെന്ന് വെക്കുക. അപ്പൊ അയാൾ ശരി ഞാൻ നിർത്തിയെന്ന് വെക്കുക. ഈ സ്ത്രീക്ക് കള്ളുകുടിയന്റെ ചവിട്ടും തുഴിയും കൊള്ളാൻ ബാക്കി കർമ്മം ബാക്കി കുറച്ചും കൂടി ബാക്കി ഉണ്ടെങ്കിൽ വീണ്ടും ഒരു കള്ളുകുടിയന്റെ ഭാര്യയായിട്ട് ജനിക്കണം. അപ്പൊ അതിപ്പോ തന്നെ അനുഭവിച്ച് തീർക്കുന്നതല്ലേ നല്ലത്. അപ്പൊ നമ്മളതിൽ ഇടപെടണ്ട. അതുകൊണ്ട് മഹാത്മാക്കളുടെ വചനം എന്താണ്? ഹിമാലയൻ ഗുരുക്കന്മാര് 14 കൊല്ലം പഠനം കഴിഞ്ഞ് കുട്ടികൾ പോണ സമയത്ത് പറഞ്ഞു കൊടുക്കാണ് കുറെ തത്വങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയാം. അപ്പൊ കുട്ടികൾ ചോദിക്കാം, ഒരുപാട് പറഞ്ഞു തന്നു, ഇതിൽ പരമപ്രധാനമായിട്ടുള്ള ധർമ്മം എന്താണ്? ഞങ്ങൾ അനുഷ്ഠിക്കേണ്ട ധർമ്മം അഹിംസയേവാണ്. അഹിംസ മാത്രം. അഹിംസ എന്ന് പറഞ്ഞാൽ ഇടപെടാതിരിക്കുക. ഹിംസ എന്ന് പറഞ്ഞാൽ ഇടപെടുക. ആരാന്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അപ്പൊ ഒരു അയൽക്കാരൻ ഭാര്യയെ തല്ലി ചവിട്ടി നശിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇടപെടണ്ടെന്നാണ് പറയുന്നത്. മിണ്ടുന്നില്ലായിരുന്നു. അഹിംസ ഏവ പരമോധർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയണം ഈ സത്യത്തിന്റെ മാർഗം. ജന്മേന്മാന്തരങ്ങളുടെ ഈ കർമ്മത്തിന്റെ പ്രക്രിയ, ആ കർമ്മം ഓരോരുത്തരും എന്തൊക്കെ ആക്കി തീർക്കുന്നു. ഒരു കർമ്മം കണ്ടൻസ് ചെയ്താണ് ശരീരം, കർമ്മം കണ്ടൻസ് ചെയ്താണ് മനസ്സ്, കർമ്മം കണ്ടൻസ് ചെയ്താണ് ബുദ്ധി. ഇന്ന കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള ലേബൽ എഴുതി ഒട്ടിച്ചതുപോലെയാണ് ഓരോ ശരീര മനോബുദ്ധിയാദികളുടെ ഘടന. അതുകൊണ്ടല്ലേ നമ്മൾ ഈ അന്തരീക്ഷ വിവേകാനന്ദ ചോദിക്കുകയാണ് ഇംഗ്ലണ്ടിൽ പ്രസംഗിക്കുന്ന സമയത്ത്, എന്തുകൊണ്ട് തോമസും ജോണും ഒരേ തന്തയ്ക്ക് ജനിച്ച മക്കളാണ്, ഒരാൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ പോയി, കർമ്മത്തിൻ്റെ അല്ലാതെ വേറെ എന്തുകൊണ്ടാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ. അപ്പം ഇങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു സ്ഥലത്ത് കള്ളുകുടിയൻ്റെ ഭാര്യ തൂങ്ങിച്ചാവാനൊക്കെ വിചാരിച്ച സ്ഥലത്ത് ഈ ഒരു കഥ പറഞ്ഞിട്ട് അവരിപ്പോൾ നിർത്തി. അദ്ദേഹം കള്ളു കുടിക്കട്ടെ എന്നാ പറയുന്നത്. എനിക്ക് രണ്ടാമത് കള്ളുകുടിയൻ്റെ ചവിട്ടെടുക്കാൻ ഇനി ഒരു ജന്മെടുക്കാൻ കഴിയില്ല പറഞ്ഞാൽ അവര് ഇത് തന്നെ തീയട്ടെ, ഈ പണ്ടാരം കഴിഞ്ഞു പോട്ടെ പറഞ്ഞിട്ട് അവര് വളരെയധികം പോസിറ്റീവായപ്പോ എന്തായി? ഭർത്താവ് കള്ളുകൂടി നിർത്തി. കാരണം നീ കള്ളുകുടിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അല്ല, ഇവിടെ കർമ്മം തീർന്നു എന്നർത്ഥം. കള്ളുകുടിയന്റെ ചവിട്ടം കൊള്ളാനുള്ളതായ കർമ്മം തീർന്നവര് അദ്ദേഹത്തിന് കുടിക്കാനുള്ള തോന്നില്ല. സംഭവിച്ചാൽ കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് ഇതൊരു ടെക്നിക്കാണ്. അല്ലാതെ കള്ളു കുടിക്കാനോ അയാളെ പ്രേരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് കൊണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് വരെ അത് അംഗീകരിക്കാനോ അല്ല. ദിസ് എ സയന്റിഫിക് വേ ഓഫ് കൗൺസിലിംഗ്. അവരുടെ ഉള്ളിലുള്ള ടെൻഷൻ മുഴുവൻ റിലീസ് ചെയ്ത് പോവാണ്. അപ്പോൾ വാസ്തവത്തിൽ അത് ശരിയോ അല്ലേന്ന് വെച്ചാൽ ഈ പ്രജ്ഞ തെളിഞ്ഞു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ശരിയാണോ തെറ്റാണ്. അതിപ്പോ നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ലൗകികന്മാരോട് സംസാരിക്കുമ്പോൾ ലൗകിക ഭാഷയിൽ ലൗകിക നിയമത്തിലേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന്. പിന്നെ ബുദ്ധിഭേദം അജ്ഞാനം കർമ്മസംഖ്യനാണെന്ന് പറയും കൃഷ്ണൻ. കർമ്മസംഖ്യകളായ അജ്ഞാനികളുടെ ബുദ്ധിക്ക് ഭേദം ജനിപ്പിക്കാതെ വേണം ജ്ഞാനികൾ അവരുടെ കൂടി സംസാരിക്കാനും നടക്കാനും പറയുന്നത്. അവിടെ ചെന്നിട്ട് പറയാം, നിങ്ങളെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മ ഇത്, അതുകൊണ്ട് അത് നിങ്ങൾ അനുഭവിച്ച് തീരണം, അതുകൊണ്ട് അദ്ദേഹം ചവിട്ടിക്കോട്ടെ, നല്ലതാണ്, അത് നിർത്തരുത് എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് വഴിയെടുക്കാൻ പറ്റില്ല, പിന്നെ ആ വഴിക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള വഴിക്ക് നോക്കുമ്പോൾ ചക്രവർത്തി രാജഗോപാലാചാരി കഥ പറഞ്ഞത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. ഒരു മലണ്ണാനെ ഒരു മരത്തിന്റെ കൊമ്പിൽ കെട്ടി, കയ്യിൽ ഒരു കുടുക്കിട്ടിട്ട് ആ കുടുക്കുകൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. കയ്യിലും കാലിലും ഒക്കെ കുടുക്കിയിട്ട് ഇങ്ങനെ തോളത്ത് വെച്ച് ഇങ്ങനെ വരികയാണ്. വരുമ്പോൾ ഒരു സന്യാസി ഉണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത്. അയാൾ വിളിച്ചു, ഞാൻ പറഞ്ഞു ഇതെന്താന്ന് ചോദിച്ചു. ഒരു മലണ്ണാനാണ്. അതെന്തേ കൊല്ലാതെ കൊണ്ടുവന്ന്? അല്ല, അതിനെ വളർത്താനാണ് കൊണ്ടുവന്നത്. എന്തിനെ വളർത്തുന്നു? ഒന്നും. ചെറുപ്പം പോലെ മലണ്ണാനെ വളർത്താൻ വലിയൊരു ആഗ്രഹം. അതെന്താ അതിന്റെ കയ്യൊന്നും കാലൊന്നും ശരിക്കും മുറുക്കിക്കെട്ടാൽ
അയ്യോ അത് മുറുക്കി കിട്ടിയതിന് വേദനയാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ അങ്ങനെ ഊരാൻ കൊടുക്കിട്ടതാണ്. കഴിഞ്ഞപ്പോൾ ഒരു ഗുളിക കൊടുത്തു എന്നാണ് രാജാജി പറഞ്ഞ കഥയാണ്. ഒരു ഗുളിക കൊടുത്തു, വയലറ്റ്. ഇത് വയലറ്റാൻ പറഞ്ഞു. വയലിട്ട സമയത്തിന് അദ്ദേഹത്തിന് പഴയ ജന്മം, പഴയ ജന്മത്തെ അദ്ദേഹത്തിന് ഒരു മോളുണ്ടായിരുന്നു. മോളെപ്പോഴും പറയും, അച്ഛാ എനിക്ക് കാട് കാണണം, കാട് കാണണം, കാട് കാണണം. ആ ഞാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ അച്ഛാ എന്താ എന്നെ കൊണ്ടുപോകാത്ത, കാട് കാണാൻ സൗകര്യം ഉണ്ടാകും, കൊണ്ടുപോകാം. ഒരു ദിവസം മോളാകെ ദേഷ്യപ്പെട്ടു, അച്ഛൻ എന്നെ കൊണ്ടുപോയില്ല ഇത്രയും കാലമായിട്ട്. അല്ല അച്ഛന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, അടുത്ത ജന്മം ഒരു മലണ്ണാനായിട്ട് കാട്ടിൽ ജനിച്ചോ, എന്നിട്ട് ഇഷ്ടം പോലെയൊക്കെ കണ്ടു കിടന്നു, എന്നെ കൊണ്ടാവില്ല, എനിക്ക് ഒഴിവില്ല. അന്ന് മുതൽ അവൾ ഇങ്ങനെ മലണ്ണാൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞു ഇയാളും മരിച്ചു, കുറെ കാലം കഴിഞ്ഞ് മകളും മരിച്ചു. അങ്ങനെ ഇയാൾ പിന്നത്തെ ജനിച്ചു ഈ ജന്മം ജനിച്ചപ്പോഴേ ഇയാൾക്ക് കാട്ടിൽ പോകണം, മലണ്ണാനെ പിടിച്ചുകൊണ്ടിരണം, വളർത്തണം. അങ്ങനെ തോന്നില്ല. കഴിഞ്ഞ ജന്മത്തിലൊക്കെ മറന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഈ ജന്മത്തിൽ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തു, മോള് ഇത് തന്നെ പറഞ്ഞു മലണ്ണാൻ എന്നുള്ള സങ്കല്പത്തോടു കൂടി അത് പിന്നത്തെ ജന്മം മലണ്ണാനെ ജനിച്ചിരിക്കും. അപ്പൊ ഇയാൾക്ക് മലണ്ണാനെ വളർത്തും തോന്നില്ല. അപ്പൊ കഴിഞ്ഞ ജന്മത്തിന്റെ രണ്ടിന്റെയും കർമ്മവാസന തമ്മിൽ അട്രാക്ട് ചെയ്തു. അങ്ങനെ പോയി ഇതിനെ കണ്ട സമയത്ത് സാധാരണ മലണ്ണ ഓടി വിളിക്കുക, അത് ഓടിയതുമില്ല. ഇയാൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുകയാണ്. കാരണം അന്തരാത്മാവിന്റെ ആ കർമ്മസഞ്ചയം. ഈ വരിയെ കണ്ട സമയത്ത് നമ്മളെ ശുഗർ മഹർഷിക്ക് തോന്നിയ മാതിരി, അല്ലെങ്കിൽ പിന്നെ ബുദ്ധനെ അവസാനം യശോദനെ കണ്ട സമയത്ത് തോന്നിയ മാതിരി, കണ്ട സമയത്ത് എന്തോ തോന്നല്. അതവിടെ നിന്നു, ഇയാൾ എന്ന് പിടിച്ചു. പിന്നെ ബലായിട്ടൊന്നും പിടിച്ചില്ല, വളരെ പതുക്കെ. കാരണം ആ ബന്ധം ഉള്ളിൻ്റെ ഉള്ളിൽ ആ ബന്ധങ്ങളൊക്കെ അറിയാമെന്നാണ്. അപ്പൊ അത് അതെല്ലാം ഇയാൾക്കുണ്ട് ഓർമ്മ വന്നു. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ മോളാണിത് ഓർമ്മ വരിക. അതോടുകൂടി അയാൾക്ക് സങ്കടമായി. ജന്മന്മാന്തരങ്ങളെ കുറിച്ചുള്ള ആ സങ്കല്പം മുഴുവൻ ഉണർന്നു വന്നപ്പോൾ കർമ്മത്തെക്കുറിച്ചും കർമ്മത്തിൻ്റെ ആ പിന്നെ ആശയം, കർമ്മസംസ്കാരത്തെക്കുറിച്ചും കർമ്മസംസ്കാരങ്ങൾ വീണ്ടും ജന്മത്തിന് കാരണമാവുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു 5 കഥ പറയുന്നുണ്ട് രാജാജി. ഒരിക്കൽ വർഗീയലാളുണ്ടായ സമയത്ത് അദ്ദേഹം ഈ 5 കഥ പറഞ്ഞിട്ടാണ് വർഗീയലാളെ ഇല്ലാതാക്കിയത്. എല്ലാവരും അടങ്ങി എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ജന്മന്മാന്തരങ്ങളെ കുറിച്ചുള്ള ഈ കഥകളൊക്കെ, കഴിഞ്ഞ ജന്മത്തെ കുറിച്ചുള്ള ഓർമ്മ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളിപ്പോ വീണ്ടും തിരിച്ചു വരികയാണ്. ഈ ഭൗതിക മണ്ഡലത്തിലിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. ആത്മീയ മണ്ഡലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധിയിൽ ഹൃദംബര ബുദ്ധി തെളിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന മാത്രമല്ല അതിൻ്റെ അപ്പുറമുള്ളതും കാണും. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ കഴിഞ്ഞ ജന്മന്മാന്തരങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും എന്നാ പറയുന്നത്. ഇപ്പോൾ ഓറ ഇമേജിങ് മെഷീൻ എന്ന് പറഞ്ഞ മെഷീൻ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ യോഗ സെന്ററിൽ പോയ സമയത്ത് അവിടെ അവർ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ പിടിച്ചുകൊണ്ട് ഓറ ഇമേജിങ് മെഷീൻ, അതായത് അക്രലിയൻ ഫോട്ടോഗ്രാഫി നേരെ വയ്ക്കുക. അപ്പോൾ ടി വിയിൽ നമ്മളെങ്ങനെ കാണും, ഈ ശരീരമൊന്നും കാണില്ല, ആ ഓറ മാത്രം കാണാം. ഓറൻ്റെ ഉള്ളിലുള്ള മൂലാധാര, സ്വാധിഷ്ഠാനം, മണിപൂര, അനാഹതമൊക്കെ കാണുന്നുണ്ട്. ഈ ഇതൊക്കെ കാണുന്നതിന് ചുറ്റുപാടുള്ള കളറ് കാണുന്നുണ്ട്, ഓറയുടെ കളറ് സർവ്വം കാണുന്നുണ്ട്. നമ്മൾ സാധന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനയുടെ ഇഫക്റ്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണും. അങ്ങനെ എല്ലാവരും നോക്കി കണ്ടു. അപ്പോൾ നമ്മൾ കാണുന്ന വേറെ പലതും ഇതുപോലെയാണ്. ഈ ആത്മീയ മണ്ഡലത്തിൽ ഹൃദംബുദ്ധി തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും കാണാൻ പറ്റും, ഇന്ന് കാണാത്ത പലതും കാണാൻ പറ്റും. അത് കണ്ടവരെ ഈ കാണാത്ത ഈ ഭൗതിക മണ്ഡലത്തിലുള്ള ആൾക്കാരുടെ ബുദ്ധിക്ക് വേദന ജനിപ്പിക്കാതെ വേണം. പക്ഷേ ഇതിന്റെ അപ്പുറം ഇപ്പുറം കണ്ടുകൊണ്ടിരിക്കുന്ന ഉഭയോരവ ദൃഷ്ടന്റെ സ്ഥനീയ തത്വദർശി എന്ന് ഗീതയിൽ പറയും. അപ്പുറം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് തത്വദർശിനാണ്. അപ്പൊ അവരെ കീഴില് അവർ പറയുന്നത് കേട്ട് അവരുടെ നായകത്വത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളെ അപ്പുറം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവര് പറയുന്നത് അനുസരിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വളരെ വേഗം മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. നമ്മൾ സ്വന്തം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഉൾക്കണ്ണ് തെളിഞ്ഞതായ ആളുകൾക്ക് നമ്മളെ കണ്ടാൽ തിരിച്ചറിയും നമുക്ക് എന്തൊക്കെ കർമ്മങ്ങളാണ് ഈ ജന്മം ബാക്കിയുള്ളത്. അത് മുഴുവൻ തീരാനും കഴിഞ്ഞത്ര വേഗം പിന്നൊരു ജന്മത്തിന് കാരണമാവാത്ത വിധത്തിൽ എങ്ങനെ ഇത് തീർക്കാം എന്ന് ഉപദേശിക്കാനും അവർക്ക് കഴിയും.
അതുകൊണ്ടാണ് നമ്മളെ ഗുരുകാരണന്മാരായിട്ടുള്ള ആൾക്കാരെ നായകന്മാരായി സ്വീകരിച്ച അവരെ കീഴിൽ അവർ പറയുന്നത് കേട്ടുകൊണ്ട് ഡിസിപ്ലിൻഡായി ജീവിക്കുമെന്ന് പറയാൻ കാരണം അമ്മയുടെ ആശ്രമത്തിൽ എത്രയോ ആൾക്കാർ പോയി അടിച്ചു വരാനും പ്ലേറ്റ് തേക്കാനും പിന്നെ മാധുവാണിയിൽ ജോലി ചെയ്യാനൊക്കെ പോകും. എന്തിനു വേണ്ടിയാണ്? അങ്ങനത്തെ ഒരാളുടെ കീഴിൽ ജീവിക്കുമ്പോൾ കർമ്മങ്ങൾ അങ്ങനെ തീർത്ത് കഴിയുകയും ചെയ്യും. അതേ അവസരത്തിൽ നമ്മൾ ജ്ഞാനോദയം ഇങ്ങനെ ഉണ്ടാവാൻ അത് സഹായിക്കുന്നു വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മഹാത്മാക്കളുടെ വചനങ്ങൾക്ക് പ്രത്യേകത കാണും. അതിൽ ഒരു ജീവിയുടെ ഉദ്ഗതിക്ക് ഹാനികരമായിട്ടുള്ള ഒരു വാക്ക് പോലും അതിൽ നിന്ന് വരില്ല, അങ്ങനത്തെ ഒരാളിൽ നിന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ വായിച്ചു നോക്കുക, നമ്മൾ ബൈബിൾ വായിച്ചു നോക്കുക, ബുദ്ധഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കുക, സുരംഗാമ സൂത്രം എന്ന് പറഞ്ഞ ബുക്കൊക്കെ വളരെ കേമായിട്ടുള്ള ബുക്ക് വായിച്ചു നോക്കുക, ഉപനിഷത്ത് നോക്കുക, ഗീത നോക്കുക, രാമായണ ഭാരതാദികളൊക്കെ നോക്കുക. ഇതില് ഈ സർവലൗകികമായിട്ടുള്ള ഉദ്ഗതിക്ക് കാരണമായിട്ടുള്ള ഈ ആത്മാവിലേക്ക് നയിക്കാൻ സഹായകരമല്ലാത്ത വാചകങ്ങൾ വല്ലതും ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് അജ്ഞാനികൾ അവിവേകികളായിട്ടുള്ള ആളുകൾ അതാത് കാലത്ത് എഴുതി ചേർത്തായിരിക്കും മനസ്സിലാക്കണം. എന്നാൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ആ ഗ്രന്ഥത്തെ കയ്യിലെടുക്കാൻ, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ. അല്ല മുഴുവനായിട്ട് നമ്മൾ അങ്ങനെ ഒഴുങ്ങരുത്. അതാണ് ഈ ഒരു വിവേകം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത്. കാരണം ലോകം മുഴുവനും ടെററിസം വളർന്നു വരികയാണ്. ഈ പണ്ഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്. അതുപോലെ നമ്മളെ ഗുജറാത്തിലാണെങ്കിൽ ഇസ്ലാം മതം എന്താണെന്നറിയാത്ത, ഹിന്ദു മതം എന്താണെന്നറിയാത്ത സാധാരണക്കാർ എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ കൊല്ലപ്പെട്ട കൂട്ടത്തിൽപ്പെടും. അപ്പൊ ഇതിനൊക്കെ പ്രേരണ എവിടുന്ന കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഋതംഭരാബുദ്ധി തെളിഞ്ഞ ആളിൽ നിന്ന് ഇതിനുള്ള പ്രേരണ കിട്ടില്ല, ഉറപ്പാണ്. അപ്പൊ അജ്ഞാനികളായിട്ടുള്ള ആളുകൾ ജ്ഞാനികളുടെ വേഷം കെട്ടി മഹാത്മാക്കളുടെ ഗ്രന്ഥങ്ങളിൽ കടന്നുകയറ്റം നടത്തിയതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് മാസ് എഡ്യൂക്കേഷൻ വേണം. കൊള്ളരുതാത്ത ആളുകൾ അധികാരത്തിൽ നിന്ന് ജനങ്ങളെ ഭരിക്കാനുള്ള പ്രവണത എന്തുകൊണ്ടാണ്? മാസ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അവരെ അവിടെ കയറ്റുന്നത് നമ്മൾ തന്നെയല്ലേ. ഒരാൾ ഞാൻ നിയമമന്ത്രി ആയിക്കോളാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിയമം അറിയോ? ഇല്ല. നാട്ടിലെ നിയമങ്ങളുടെ വ്യവസ്ഥകളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ട അറിയോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ ആ സ്ഥാനത്ത് പോകുന്നത് എന്തിനാണ്? ഞാൻ ആയിക്കോളാം ഇവിടുത്തെ ഡോക്ടർ എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അറിയില്ല, സർജൻ ഞാൻ ആയിക്കോളാം. പിന്നെ എങ്ങനെ നിങ്ങളതാവുക? അതുകൊണ്ട് അത് അറിയുന്ന ഒരാൾ വരട്ടെ എന്ന് പറയാൻ നമുക്ക് അറിയണ്ടേ? ഇതൊരാളങ്ങ് ആവുന്നു. ലോകത്ത് എന്തെല്ലാം പരിഷ്കാരങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ലോകം മുഴുവൻ നടന്ന് അതൊക്കെ കണ്ട് പഠിച്ച ഒരാള് മത്സരിക്കണം എന്നുള്ളൊരു നിയമം വെച്ചാലോ എത്ര നല്ലതാണ്. അവർക്ക് ഇപ്പോൾ ബോംബെ പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ എത്ര കോടിക്കണക്കിലാണ് ഈ ടോയ്ലറ്റ്സ് ഒക്കെ. ബോംബെ പട്ടണം ഇങ്ങനെ മേലോട്ട് പൊന്തി പോണില്ലല്ലോ ബ്ലോക്കായിട്ട്. കാരണം എന്താണ്? എക്സ്പെർട്ടായിട്ടുള്ള ആളുകളാണ് അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടത്തുന്ന എക്സ്പെർട്ടായിട്ടുള്ള എഞ്ചിനീയേഴ്സാണ്. അതുകൊണ്ടാണ് തകർന്നു പോകാത്തത്. അതുപോലെ എക്കണോമിക്സ് സിസ്റ്റം, ധനമന്ത്രി, നിയമമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, അതിലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ എക്സ്പെർട്സ് ആണെങ്കിൽ കെയോസ് ഉണ്ടാവില്ല. കുറേ കാലം ഒന്നിൽ തന്നെ മനസ്സിനെ വെച്ച് തപസ് ചെയ്തിട്ട് അതിൽ ഉൾവെളിവുണ്ടായിട്ടുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ടാണ് ഇവരൊക്കെ നയിക്കേണ്ടതിലൂടെ എന്നവർക്കറിയാം. അപ്പൊ മാസ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതാണ്. അതുകൊണ്ട് മാസ് എഡ്യൂക്കേഷൻ്റെ ഒരു കാലഘട്ടമാണ് മതത്തെ സംബന്ധിച്ച് ഇന്ന്. എല്ലാറ്റിൻ്റെ ഉള്ളിലെ പ്രേരണ മതാണ്, എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. മനുഷ്യരെ സമാധാനത്തിലേക്ക് നയിക്കാനും പ്രേരിപ്പിക്കാൻ ഏക വസ്തുവുള്ള മതം. ആ മതം നേരെ വിപരീതാക്കി മാറ്റിയാലും അതുകൊണ്ട് അതിൽ കടന്നുകൂടിയിട്ടുള്ള അതിൻ്റെതല്ലാത്ത വാചകങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് എല്ലാവർക്കും അറിവ് കിട്ടേണ്ട ഒരു കാലമാണ്. ഒരാള് സംവാദം നടന്നു നിൽക്കുക, ഒരു ഹിന്ദു, ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി സംവാദം നടന്നു. 3 പേര് തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് ഞങ്ങൾ പോയി നിൽക്കുക. എന്താ അതിൻ്റെ അർത്ഥം? 3 പേർക്കും മതതത്വങ്ങൾ
ധ്യാനം നടത്തി അനുഭവത്തിൽ പെടുത്താൻ സൗകര്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആ വഴി അവർ ചിന്തിച്ചിട്ടേ ഇല്ല എന്നർത്ഥം. 3 പേർക്ക് തമ്മിൽ ഒരു സമന്വയം വരാൻ 3 പേരുടെ അറിവ് അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ എങ്ങനെ ഒന്നിപ്പിക്കാൻ കഴിയും? നാനാത്വങ്ങൾ നല്ലതാണ്. ഞാനും ഒരാളും തമ്മിൽ 2 അഭിപ്രായമാണെങ്കിൽ നല്ലതാണ്. കാരണം ഈ അഭിപ്രായത്തെ കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കും, സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്ന മാതിരി. ഇപ്പൊ ENT സ്പെഷ്യലൈസ് ചെയ്തു, അതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ അവർക്ക് സൗകര്യം കിട്ടും. ഹാർട്ട് സ്പെഷ്യലൈസ് ചെയ്തു, അത് മാത്രം പഠിച്ചാൽ മതി, അപ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ പറ്റും. അതുപോലെ സ്പെഷ്യലൈസേഷൻ ആവാം. നാനാത്വം എന്ന് പറഞ്ഞാൽ അതാണ് സ്പെഷ്യലൈസേഷൻ. അല്ലാതെ ഒന്നിനെ തകർക്കാൻ വേണ്ടി വളരെ അല്ല. അപ്പൊ അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഈ വഴിയിൽ പന്ഥാവിൽ നമ്മൾ സ്വയം സഞ്ചരിക്കാൻ തുടങ്ങണം. എന്നാലേ നമ്മുടെ ജീവിതം സാർത്ഥകമാവുള്ളൂ. വെറുതെ റിപ്പീറ്റ് ചെയ്യരുതെന്നാണ്. അനുഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അത്രയും കാലം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആഹാരം, വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചിന്തിക്കണം. വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഈ വിശപ്പ് എന്ന് പറഞ്ഞാൽ. ചിന്തിച്ചെത്തും പിടിയും കിട്ടില്ല. വേറെ ആളോട് ചോദിക്കണം വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. അത് അറിഞ്ഞു കഴിയുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്കറിയാം. ആഹാരം വിശപ്പിനുള്ള പരിഹാരമല്ല. വിശപ്പിനുള്ള പരിഹാരം എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ വരുമ്പോഴേക്ക് ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ ജന്മന്മാന്തരങ്ങളായിട്ട് ആഹാരം കഴിച്ച് നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വിശപ്പിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജന്മം മാത്രമേ ആഹാരം കഴിക്കേണ്ടുള്ളൂ. പിന്നത്തെ ജന്മം ആഹാരം കഴിക്കാൻ വേണ്ടി ഈ വയറിനടുത്തും കൊണ്ട് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് എല്ലാ ജന്മവും അടിയങ്ങളെ നീ ഒന്നായി ചേർക്കുക മണിവർണ്ണ എന്ന് പറയും. ഭഗവാനോട് വരെ പ്രാർത്ഥിക്കേണ്ടി വരില്ല. എന്താണ് കാമം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്, എന്തിൻ്റെ ഒരു സൂചനയാണ്. അത് ഒരു റെഡ് ലൈറ്റാണ്, ഒരു റെഡ് പോയിന്ററാണ്. ഇന്ന സ്ഥലം ഒരു ചൂണ്ടി മാത്രമാണ്. ആ ചൂണ്ടിയുടെ നേരെ പോകാൻ വേണ്ടിയുള്ള ഒരു സൂചന മാത്രമാണ്. അല്ലാതെ അവിടെ കടന്നിട്ട് നമ്മൾ ജന്മങ്ങൾ വൃഥാവിലാക്കാനുള്ള ആലോചിക്കണം. ഇതിന് പിന്നെ മന്നം ചെയ്ത് എന്താന്ന് തിരിച്ചറിയണം. നമ്മളുള്ളിൽ എന്തെല്ലാം പ്രവണതകളുണ്ടോ, ഈ പ്രവണതയൊക്കെ എന്തിലേക്ക് നമ്മളെ റോക്കറ്റ് ചെയ്യുന്നു കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് ആ ചിന്തകൾക്ക് നേതൃത്വം തരാനും ആ ചിന്തകളെ സഹായിക്കാനും ആ വഴിക്ക് അതിൻ്റെ കാരണം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന എത്രയോ തത്വസിദ്ധാന്തങ്ങളുണ്ട്, എത്രയോ മഹാത്മാക്കളുണ്ട്. അതിനെ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വെറും ഗീത പുരാണങ്ങളിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ടെക്നോളജിയെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരുപാട് മറ്റ് ഗ്രന്ഥങ്ങളുണ്ട്. അതും കൂടി നമ്മൾ അറിയാൻ ശ്രമിക്കണം. അപ്പം ഞാൻ ഗീത മാത്രമേ വായിക്കുള്ളൂ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ രാമായണം മാത്രമേ വായിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഖുറാൻ്റെ ആളാണ്, എനിക്ക് ബാക്കിയൊന്നും വേണ്ട, ഞാൻ ബൈബിള് മാത്രമേ വായിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ കണ്ടില്ലേ, എവിടെയൊക്കെയുള്ള എന്തൊക്കെ സാധനം കൂട്ടിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അവനൊരു ഡ്രിപ്പ് കൊടുക്കുന്ന സമയത്ത് ആ ഡ്രിപ്പിൻ്റെ ആ കുപ്പി കണ്ടുപിടിച്ച ആരാണ്, ആ വാൽവ് കണ്ടുപിടിച്ച ആരാണ്, ആ റബ്ബർ ട്യൂബ് കണ്ടുപിടിച്ച ആരാണ്, ആ ബട്ടർഫ്ലൈ നീരിൽ കണ്ടുപിടിച്ച ആരാണ്. ഓരോന്നും ഓരോ നാട്ടുകാരാണ്. അവരുടെയൊക്കെ പേര് നോക്കാൻ വെച്ചാൽ അതുകൊണ്ടാണ് നമുക്കൊരു കാര്യം സക്സസ്ഫുൾ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഒരു ബുക്ക് മാത്രം പോരാ. ചില കാര്യങ്ങൾ ഖുറാനിൽ എടുക്കണം, ചിലത് ബൈബിളിൽ നിന്ന് എടുക്കണം. മുസ്ലിംസിന് പതിനോ സ്വത്തത്തിൽ ചിലത് എടുക്കേണ്ടി വരും, എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു സാധനം ഒരു ചേരുവ സാമ്പാറിൽ ചേർന്നില്ലെങ്കിൽ ഒന്നും ആവില്ല. അതുപോലെ പല കാര്യങ്ങൾ ഒന്നിച്ചു ചേരണം, എന്നാലേ നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുള്ളൂ. അപ്പോൾ ഈ സ്റ്റേജസ് ആണ് പതഞ്ജലി നമ്മളെ വഴിക്ക് വഴി എന്ത് കാര്യം ഇതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. ആദ്യം ഒരു കാമകാരൻ്റെ എന്തായാലും കാരണം, ആ കാരണം കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം കണ്ടെത്തി കഴിഞ്ഞോ അതുകൊണ്ടല്ല ഇത് സമാധാനം. പിന്നെ നമുക്ക് അത് മുക്തരായി. പിന്നെ അതൊരു ഒരു 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 അത് നമ്മളെ ചുറ്റിക്കില്ല. പിന്നെ രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോകം, മോഹം, മതം, മത്സരം, ദേഷ്യം വന്നു കഴിഞ്ഞാൽ കത്തിയെടുത്ത് കുത്താനുള്ള എല്ലാ വികാരം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. തല്ലിക്കൊല്ലാനുള്ള വികാരം, ആ ത്രെഷോൾഡ് ലെവലിൽ എത്തിക്കാനുള്ള എല്ലാ കോപ്പും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ഉറങ്ങിക്കിടക്കുന്നത് മാത്രം. ആ ഒരു സന്ദർഭം വന്നാൽ അത് പുറത്തിയാടും. അപ്പം അതിൻ്റെ മുമ്പേ ഈ ക്രോധം എന്ന് പറഞ്ഞാൽ എന്താണ് ആലോചിച്ച് നോക്കണം. എവിടുന്ന് വരുന്ന ഈ ക്രോധം, എന്തിലേക്കാണ് ഈ ക്രോധം നമ്മളെ പോകുന്നത്, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കാരണം അറിഞ്ഞു കഴിയുമ്പോൾ ശമിച്ചു പോയി. പിന്നെ അത് നമ്മളെ വിഷമിപ്പിക്കില്ല. അങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കും. അതാണ് സവിതർക്ക സമാധി, നിർവിതർക്ക സമാധി, സവിചാര സമാധി, നിർവിചാര സമാധി. അത് കഴിഞ്ഞ് പിന്നെ
സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാക്കും. ഉയർന്ന അവസ്ഥ ഇതുവരെ നമുക്ക് സാധിക്കണം. ഇതുവരെ സവിചാര സമാധി വരെ. വിചാരങ്ങൾ വന്നോട്ടെ സാരില്ലാന്ന് വെക്കാം. അതിന് മുമ്പുള്ള മറ്റേ സ്റ്റേജ്, അതിൽ ആദ്യത്തെ സവിതർക്ക സമാധിയാണ് ജീവിതം എന്ന് പറയുന്നത്. ഒരു വിവാഹം കഴിച്ചു, ഒരു വീടുണ്ടാക്കി, ഒരു ജോലി, ഒരു പൈസ കിട്ടി, പൈസ കൊണ്ട് കുറേ പർച്ചേസിൽ നടത്തി, TV കണ്ടു. ഇതൊക്കെ എന്താണ്? ഓരോ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ്. ആ കാരണം കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കണം. പക്ഷെ നമ്മളിങ്ങനെ ആവർത്തിക്കുന്നു, ആലോചിക്കാതെയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ കൊണ്ട് വിടുതൽ കിട്ടുന്നില്ല. അത് അറിഞ്ഞ് ആചരിച്ചു കഴിഞ്ഞാൽ വിടുതൽ കിട്ടും. ഭോഗം അപവർഗം എന്നാണ് പതഞ്ജലി പറയുന്നത്. അതായത് ഒരു സിനിമ നമ്മൾ വേണ്ടതുപോലെ കണ്ടു നിൽക്കാം, മുഴുവൻ ഹൃദയത്തോടു കൂടി ആസ്വദിച്ചാവും സിനിമയുണ്ട്. ടൈറ്റാനിക് വലിയ അവസരമായിരുന്നു. പിന്നെ ഒന്നും കൂടെ പോലെ ഇനി വരുന്നില്ല, ഇന്നലെ ഞാൻ ശരിക്കും കണ്ടു. എന്നാലും ഒന്നും കൂടി വേണ്ട, പോകേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ആ ഇതിന് പോയി വരവെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു, അത് കണ്ടു, മുഴുവൻ കണ്ടില്ല. പിറ്റേ ദിവസം പിന്നെയും പോകാൻ തോന്നും. അപ്പൊ ഞാൻ കാരണം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. സ്ലീപ്പ് എന്താ ഈ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ, ഗൈറ്റൺ എന്ന് പറഞ്ഞ ഫിസിയോളജി ബുക്കിൽ 14 തിയറി സ്ലീപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം എക്സാക്ട് കോസസ് ആണോ എന്ന് പറഞ്ഞിട്ട് വിടുക. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ പതഞ്ജലി പറയുന്നത് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലീപ്പ് എന്തിനു വേണ്ടിയായി സ്ലീപ്പ് ഉണ്ടാക്കിയത്? കാലില്ല, ദേശമില്ല, അഹന്തയില്ല, മോഹമില്ല, ടൈം, സ്പേസ്, ഐ ആൻഡ് മൈൻഡ് ആരും ഡിസോൾവ് ചെയ്ത് പോകുന്നു. അൺകോൺഷ്യസ് ആണ്, പക്ഷെ ബ്ലിസ്ഫുൾ ആണ്. അൺകോൺഷ്യസ് ബ്ലിസ് ആണ്. അതായത് നമ്മളെ യഥാർത്ഥ സ്വരൂപമായിട്ടുള്ള ബ്ലിസിനെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയ ഇൻഫർമേഷൻ തരികയാണ്. അതിന്റെ ശേഷം ഡയറക്റ്റ് ആയതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരികയാണ് സെക്സിൽ. ഇത് രണ്ടും വായിച്ച് ഈ ചൂണ്ടി വായിച്ചതിന് ശേഷം പോണ്ടത് എങ്ങോട്ടാണ്? നമ്മളെ യഥാർത്ഥത്തിൽ ടൈം, സ്പേസ്, ഐ ആൻഡ് മൈൻഡ് കോൺഷ്യസ് ബ്ലിസ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ് ബ്ലിസ് ആണ് നമ്മുടെ യഥാർത്ഥ. അതിലേക്ക് പോകാനുള്ള സൂചനകൾ മാത്രമായിട്ടൊക്കെ തരും. എന്നിട്ട് ഈ സൂചനയും വായിച്ചുകൊണ്ട് കൂടെ പിന്നെയും ജന്മജന്മാന്തരങ്ങളായി കല്യാണം കഴിച്ചു ഉറങ്ങി ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കാര്യം. ഇവിടെ നിന്ന് അധിക കാലം ഇരിക്കാൻ പ്രകൃതി സമ്മതിക്കില്ല. ഓരോന്നിനും ഇത്ര സമയമുണ്ട്, അത് കഴിഞ്ഞാൽ അവിടുന്ന് ഡിസ്മിസ് ചെയ്യും, അടുത്ത സ്റ്റേജിലേക്ക് പോകണം. 10 മാസം കഴിഞ്ഞ് ഇവിടെ സുഖമാണ്, എയർ കണ്ടീഷൻഡ് വാട്ടർ കുഷനൊക്കെ ഉണ്ടാവുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ അവിടുന്ന് ഫോൺ ചെയ്താൽ നമ്മൾ വിളിച്ചേക്കും. 10 മാസം കഴിഞ്ഞ് അതിൽ റേഷൻ കട്ട് ഓഫ് ചെയ്യാൻ പോവാണെന്ന് പറയാം. മാക്സിമം 1-2 വീക്ക് ഞങ്ങൾ അനുവദിക്കുക. അത് കഴിഞ്ഞാൽ 48 hours ഉള്ളിൽ സ്ഥലം വിട്ടോളം സദാവിനോട് കൂട്ടൊക്കെ പറഞ്ഞാൽ മതി. 2 വീക്സ് മാക്സിമം സമ്മതിക്കും. ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് കുട്ടി ഇങ്ങോട്ട് കാണിച്ചു തരാന്ന് കീറി കഴുത്ത് പിടിച്ചിട്ട് ഗെറ്റ് ഔട്ട് ആക്കി. ഇത്ര അറിഞ്ഞില്ല കേട്ടോ, ഞാൻ മര്യാദയ്ക്ക് പ്രസവിച്ചോളാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ഈ പ്രജ്ഞ തെളിയിക്കാതെ ഓരോന്നും അനുഭവിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്വരൂപം എന്നതാണെന്ന് അറിയണം. അതിന് മുഴു ഹൃദയത്തോടു കൂടി അനുഭവിക്കണം. ഒരു കാപ്പി കുടിക്കുകയാണെങ്കിൽ ഫുൾ അറ്റൻഷനോടുകൂടി കാപ്പി കുടിക്കണം. എന്ത് അനുഭവിക്കുന്ന സമയത്തും കംപ്ലീറ്റ് ആയിട്ട് ഫുൾ അറ്റൻഷനോടുകൂടി അനുഭവിക്കണം. അതിനാണ് തപസ് എന്ന് പറയുന്നത്. ഐകാഗ്ര്യം പരമന്തവ. മുഴുവൻ ഏകാഗ്രതയോടുകൂടി എല്ലാം ആഹാരം കഴിക്കുന്ന സമയത്ത് ആ സാമ്പാർ എങ്ങനെയുണ്ട്, ഉപ്പേരി എങ്ങനെയുണ്ട്, പപ്പടം എങ്ങനെയുണ്ട്, കൂട്ടിക്കുഴച്ച് തിന്നുമ്പോൾ എങ്ങനെയുണ്ട്, പായസം എങ്ങനെയുണ്ട് ഒക്കെ കഴിഞ്ഞ് ഇത്തിരി മോരും കൂട്ടി ഒന്നും ലാസ്റ്റിലൊരു ഉപസംഹാരം നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് അത് അറിയാൻ പറ്റും. അതിന് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. കാരണം ദർ ഈസ് എ ഗ്രേറ്റ് ഫിനോമിന ടോട്ട് ബൈ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത്, ഡീഫിക്കേഷൻ സമയത്ത് അനുഭവപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. ആ കാലദേശ അഹന്താമാതാദികൾക്ക് അതീതമായിട്ടുള്ള ആനന്ദത്തിന്റെ അനുഭവമാണ് ഈ സമയത്തൊക്കെ അനുഭവിക്കുന്നത്. ഈവൻ ഛർദിക്കുന്ന സമയത്ത് പോലും ആരാന്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ വാഴത്തോപ്പിലൊക്കെ പോയിട്ട് നമ്മള് സുഖകരമായാണ് ഛർദിക്കാൻ. എന്തൊരു സുഖാന്നറിയാം ഛർദിക്കുന്ന സമയത്ത്. ഇതുപോലെ പ്രസവം, ആ പ്രസവിക്കുന്ന സമയത്തുള്ള ഒരു പരമാനന്ദം പറയാൻ കഴിയില്ല എന്ന് പറയുന്നത്. നല്ല ആളാ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ, പ്രസവിക്കാത്ത ആളാണ് അല്ല. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ ശ്രദ്ധിച്ചു അവരിതേമാതിരി ശ്രദ്ധിച്ചപ്പോൾ ശരിയാ പറയുന്നു. മൂത്രമൊഴിക്കുമ്പോൾ സുഖാണ്, വയറ്റിന്ന് പോകുന്ന സമയത്ത് സുഖാണ്, ഛർദിച്ചിങ്ങനെ പോകുമ്പോൾ സുഖാണ്. അതുപോലെ പ്രസവം സുഖകരമായുള്ള അനുഭവമാണ്. ഏറ്റവും സുഖകരമായിട്ടുള്ള അനുഭവം മരിച്ചു പോകലാന്ന് പറയുന്നത്. ജീവൻ ശരീരത്തിൽ നിന്നാണ് വിടുമ്പോഴുള്ള ഒരു സുഖം പറയാൻ കഴിയില്ല എന്ന് ഖുറാനിലാണ് വർണ്ണിച്ചിട്ടുള്ളത്.
കുലുമൽ അലൈഹി ഫാൻ എന്ന് പറയും. എല്ലാ ജീവനും മരണം ആസ്വദിക്കുന്നവർ ഏറ്റവും സുഖകരമായ. കാരണം സകല ദുഃഖവും ദുരിതവും നിറഞ്ഞിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് കഴിച്ചിലാവുക എന്ന് പറഞ്ഞാൽ, ചേരി പ്രദേശത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ താമസിച്ചിരുന്ന ആൾക്ക് പുതിയൊരു വാടക വീട് കിട്ടിയിട്ട് ഇവിടുന്ന് ആണ് തിരിച്ചു പോകുന്ന സമയത്തുള്ള ഒരു സുഖം. അതുപോലെ ഈ 80 കോടി സൂക്ഷണങ്ങളിലൂടെ കാട്ടറിലൂടെ മലിനജലം ഒഴുകിക്കൊണ്ടേയിരിക്കുക, ഇതിൽ നിന്നൊന്ന് കഴിച്ചിലായി പോവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സുഖമൊന്നുമില്ല. പരമസുഖം എന്നാ പറയും. പക്ഷെ എത്രയോ കാലമായി ആളുകൾ ദുഃഖമാണ് ദുഃഖം, പ്രസവവേദന, അയ്യോ എന്തൊരു പ്രസവവേദന, പ്രസവവേദന ഒന്നും വേദന ഇല്ല. ഞാൻ ഗൈനക്കോളജിയിൽ 1.5 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സിസേറിനും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പല ഉമ്മച്ചികളാണ് അളോയോ എന്ന് പറഞ്ഞ ഉറക്കക്കാര്, എന്റെ ഈശോയെന്ന് പറഞ്ഞ മറ്റൊരു കാര്യം, ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ചിലവർക്ക് പറഞ്ഞു, ഇത് എന്തിനാ ഈ ഒച്ചയുമ്പോഴുണ്ടാക്കുക, അങ്ങനെയൊന്നും ഇല്ലല്ലോ, വാഴന്റെ ഇളകുന്ന കണ്ടിട്ട് ചെറുത്താനാന്ന് പറഞ്ഞ് കൂക്കിയാക്കുന്ന മരിയല്ലേ ഇപ്പൊ ഇത്, ശ്രദ്ധിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേശ്ശെ പറഞ്ഞു ബോധ്യപ്പെടുന്നു. ആ ശരിയാണ്, സമ്മതിക്കും. പ്രസവം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട്, ആ പറഞ്ഞ അത്രയൊന്നും കുഴപ്പമില്ലാന്ന് എന്റെ ആളുകൾ പറഞ്ഞ് അപ്പൊ നമ്മൾ കുറച്ചും കൂടി കാലം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഗർഭമായ മുതൽക്കേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായി സുഖകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് അനുഭവപ്പെടുത്തായിരുന്നു. കോഴിക്കോടുള്ള ചില ലേഡീസും കൂടെ പറഞ്ഞിട്ടുണ്ട്, പ്രസവം ഒരു സുഖകരമായ അനുഭവമാണ് ബുദ്ധിയായിരുന്നു. അങ്ങനെയുള്ളതാണ്. നേരെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സുഖകരമായിട്ടുള്ള ചില അനുഭവങ്ങൾക്ക് കാരണമായിട്ടുള്ള ചില ഭക്തികൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ചില കേസുമുണ്ട്. വീഡിയോ പിയിൽ അങ്ങനത്തെ ചില ഓഡിയോ വന്നിട്ടുള്ള കഥ എനിക്കറിയാം. ഭയങ്കര പെയിനാണ്, ഭയങ്കര വെറുതെ തോന്നലാണ്, ഭയപ്പെട്ടിട്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസത്തെ അനുഭവങ്ങളും ശ്രദ്ധിച്ച് അനുഭവിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള അനുഭൂതി ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അപവർഗം എന്ന് പറഞ്ഞ വൈരാഗ്യം അടുത്ത സ്റ്റേജിലേക്ക് മൈൻഡ് ഇവോൾവ് ചെയ്യുന്ന പറയും. അങ്ങനെ വന്ന് ഭൗതിക മണ്ഡലം കഴിഞ്ഞിട്ട് ആത്മീയമായിട്ട് ഉള്ളിൽ നിന്ന് ആനന്ദത്തിൻ്റെതായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാവും. ഒരു സെക്സിൽ കിട്ടുന്നേക്കാളും 10,000 മടങ്ങാണ് ഓരോ സെക്കൻഡിലും ആനന്ദം ഈ ധ്യാനത്തിൽ നമുക്ക് കിട്ടാൻ പോകും. പിന്നെന്താ, കഴിഞ്ഞില്ലേ. ഈ ലോകത്തിനോടുള്ള ആകർഷണം എന്ന് പറഞ്ഞാൽ എന്താ? ആനന്ദം, ജ്ഞാനം, ഭയം, നിർഭയത. ഈ മൂന്നിനെയാണ് നമ്മളെല്ലാം ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ സർവ്വം വിദ്യാഭ്യാസം നടത്തുന്നതും പഠിക്കുന്നതും ജോലി സമ്പാദിക്കുന്നു, പണം സമ്പാദിക്കുന്നു, ഒക്കെ വീടുണ്ടാക്കുന്നു, വിവാഹം കഴിക്കുന്നു, വിദേശത്ത് പോകുന്നു, ഒക്കെ തന്നെ ഈ 3 വേണ്ടി, ആനന്ദത്തിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഈ 3 സ്വരൂപമാണ് ഉള്ളിലുള്ള ആത്മാവിൻ്റെ. അത് നമുക്ക് ഇൻഡയറക്റ്റായി ഉള്ളിൽ നിന്ന് ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ അടങ്ങി മനസ്സവിടാണ്. ഇതിനാണ് പതഞ്ജലി പറയും ധ്യാനജം അനാശയം. ആശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം, വീണ്ടും ജന്മെടുത്ത് ആനന്ദിക്കണം, അറിയണം, സ്വാതന്ത്ര്യാവണം എന്നുള്ള തോന്നൽ. അതിനെ ധ്യാനത്തിൽ നിന്ന് ഉള്ളില് ഈ ആനന്ദം അനുഭവപ്പെടുന്ന സമയത്താണ് അതിനുള്ള മോഹം ഇല്ലാതെയാവുക. ഇനി ഞാനില്ലാട്ടോ. ഒരാളിങ്ങനെ പോകുന്ന സമയത്ത് എങ്ങോട്ടാ പോകണം? ഞാൻ അമ്മാവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാ വരും, ഇരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എന്തേ? അല്ലൊന്നും ഇരിക്കും, ഒരു ഇല വെച്ചു, ചോറ് കുഴപ്പം. എന്തേ? ഒന്നുമില്ല, ഉണ്ണിയുടെ പിറന്നാളാവുകൊണ്ട് കൊണ്ടിട്ട് പോയാൽ മതി. ഊണ് കഴിച്ചു എന്നാൽ ഞാൻ പോട്ടെ എന്ന്. അന്ന് പൊക്കോളും, ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. അമ്മാവിൻ്റെ അടുത്ത് പോകുന്നത് എന്താ വെച്ചാൽ ഊണ് കഴിക്കാൻ വേണ്ടിയാണ് പോകാൻ വിചാരിച്ചത്. ഇപ്പം അങ്ങോട്ട് പോകാൻ ഇതിനാ പ്രത്യാഹാരം എന്ന് പറയാം. പ്രത്യാഹാരം അതായത് പുറത്തേക്ക് എന്തിനാണ് പോകുന്നത്, അതുകൂടെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെയുണ്ട്. എങ്ങോട്ടാ പോകുന്നതാണ്? ഷേളി അവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ഷേളി? തോമസിന്റെ ഇളയ മോള് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. എവിടെ? ഇപ്പോൾ രാവിലെ 8 മണി മുതൽ നിന്നെ കാണാൻ അത്യാവശ്യം ഓടി, പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഇവിടെ തന്നെ. ഇതാ പ്രത്യാഹാരം എന്ന് പറയുന്നത്. എന്തിനന്വേഷിച്ച് പോകുന്നു, അതുകൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ പിന്നെ എന്തിനാ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ അടങ്ങാം. പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി എന്നൊക്കെ പറഞ്ഞ ഓരോ സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് അനുഭവപ്പെടാൻ തുടങ്ങണം. കാമം എന്ന് പറഞ്ഞാൽ ഇന്നും അനുഭവിക്കാൻ നമ്മളെ വിടില്ല. എത്രയോ ആൾക്കാർ PDOP പറയും, സാറേ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്പ് ചെയ്തു, ഇനി എന്താ ചെയ്യേണ്ടത്? വിദേശത്തുള്ള കുറെ മരുന്നുകൾ വാങ്ങി കഴിക്കുന്ന ചില റിച്ച് പീപ്പിൾ
അതിൻ്റെതായിട്ടുള്ള പാട്ട് വയക്കര എന്നൊക്കെ പറഞ്ഞിട്ട്. നേരെ മറിച്ച് ആ സമയത്ത് നമ്മൾ ആ സമയം ആകുമ്പോഴേക്കും നമ്മളെ ഞരമ്പ് ക്ഷീണിക്കുന്നതിൻ്റെ മുമ്പേ, മനസ്സ് ക്ഷീണിക്കുന്നതിൻ്റെ മുമ്പേ, ശരീരം ക്ഷീണിക്കുന്നതിൻ്റെ മുമ്പേ എത്രയോ പ്രാവശ്യം അനുഭവങ്ങളുണ്ട്. ഈ ഒരു അനുഭവം ധാരാളം മതി. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഒരൊറ്റ പ്രാവശ്യം ശ്രദ്ധിച്ചില്ല. 10,000 ജന്മം എടുത്താലും ശ്രദ്ധയോടുകൂടി അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ എടുക്കേണ്ടി വരുന്ന പറയും. ജിജ്ഞാസവൃത്തി വരില്ല. അതിൽ വ്യക്തമായിട്ട് പറയണ്ട. അതുകൊണ്ട് തപസ് എന്ന് പറഞ്ഞാൽ ഐകാഗ്ര്യം. ഐകാഗ്ര്യം മീൻസ് ടോട്ടൽ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ. ഐകാഗ്ര്യം പരമം തപ. ഇതാണ് തപസ് എന്ന് പറയുന്നത്. അപ്പോൾ ജീവിക്കുമ്പോൾ കാപ്പി കുടിക്കുന്നത് എന്ത് അനുഭവിക്കുമ്പോഴും അതിൽ മുഴു ശ്രദ്ധയോടുകൂടി അനുഭവിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം മനസ്സിലായി. ഇനി അടുത്ത എന്താ പരിപാടി? ഇപ്പം ഇവിടെ ഒന്ന് ഒരേ കണ്ട തന്നെ പിന്നെയും കാണിക്കാൻ നമ്മളെ ആൾക്കാർ കൊണ്ടുപോയാൽ അല്ല വേറെ വല്ലതും കാണാനുണ്ട് അവിടെ ഉണ്ടാവാനൊക്കെ ഉണ്ട്. പിന്നെന്താ അങ്ങോട്ട് കൊണ്ടുപോകാത്ത? അല്ല നിങ്ങൾക്ക് ഇത് തന്നെ പിന്നെയും രസമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അല്ല, അതൊക്കെ കണ്ടല്ലോ, ഇനി മതി, ഇനി അതിൻ്റെ അപ്പുറം വല്ലതും ഉണ്ടോ? ഈ ഒരു ചോദ്യം നമ്മളുള്ളിൽ വരണം. രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ദമ്മം, ദർപ്പ, അഹങ്കാര, അസൂയ, ഉദ്വേഷം 13 ഉള്ളൂ. അത് എത്രയോ പ്രാവശ്യം ആവർത്തിച്ചില്ലേ? അതല്ലാത്ത വല്ലതും ഉണ്ടോ എന്ന് നോക്കണ്ടേ? അപ്പൊ അതിലേക്ക് ഇനീഷ്യേഷൻ കിട്ടണം. അത് എങ്ങനെയാ കിട്ടുക? അതിന് മനുഷ്യത്വം. നമ്മൾ മൃഗങ്ങളായിരുന്നു എന്നാ പറയുന്നത്. 84 ലക്ഷം യോനിയിൽ ജനിച്ചു നമ്മൾ. അതിന്റെ ശേഷമാണ് മനുഷ്യനായതെന്നാ. മനുഷ്യനാവുമ്പോൾ ആദ്യത്തെ മനുഷ്യന് 99% മൃഗവും 1% മനുഷ്യത്വം ഉണ്ടാവും. പിന്നെ കുറെ കഴിയുമ്പോൾ 2% മനുഷ്യത്വം, 3% അങ്ങനെ മനുഷ്യത്വത്തിന്റെ ശതമാനം കൂടി വരിക. കൂടി ഒരു 50% മനുഷ്യനായി 50% മൃഗമാകുമ്പോൾ ഏകദേശം തരത്തില്ല. ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സാറേ ഒരു പേപ്പർ അയച്ചിട്ട് കുറെ കാലം പിന്നെ വാ ഇപ്പോഴൊന്നും ഉപദ്രവിക്കാതെ. അപ്പൊ അയാൾ ഒരു 10% മനുഷ്യത്വമുള്ളൂ, ബാക്കി 90 മൃഗമാണ്. വേറെ സ്ഥലത്ത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. നോക്കി അത് ഇവിടെ എത്തിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്, ഒപ്പിടാൻ വെച്ചിട്ടുണ്ട്, ശരിയാണ്. അപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിലെത്തും. 70% മനുഷ്യത്വം ഉണ്ട് എന്നർത്ഥം. വേറെ സ്ഥലത്ത് ചെന്നു സാറിൻ്റെ പേപ്പറില്ലേ ഇപ്പോൾ ഓട്ടിപ്പോയി ആ പേപ്പർ എടുത്ത് ഓഫീസറെ കൊണ്ട് ഒപ്പിടിച്ച് സീലും വെച്ച് സാർ സോറി സാർ അത് ഒരാഴ്ച മുമ്പേ ആയിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു ലീവ് വന്നുകൊണ്ട് ലേറ്റായി പോയതാണ് കേട്ടോ. ആ സാറില്ല, അയാൾ 99% മനുഷ്യനാണ്, 1% മൃഗം എന്നർത്ഥം. അപ്പോൾ ഈ ഓരോരുത്തരെയും നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് എത്ര ശതമാനം ഉണ്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ശതമാനം വർദ്ധിപ്പിച്ചു വരാൻ ഉയർന്ന ശതമാനക്കാരായിട്ടുള്ള ബന്ധം നല്ലതാണ്. അതാണ് സത്സംഗം എന്ന് പറയാം. സത്സംഗം നമ്മളെക്കാൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ബന്ധം, അവരായിട്ട് ഇങ്ങനെ സംസർഗം ഉണ്ടാവും, അവരായിട്ട് സംസാരിക്കുക, അവരായിട്ട് ഇടപാട് നടത്തുക, അവരുടെ ചിന്തകളെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കാണാനില്ല. അപ്പോൾ അങ്ങനത്തെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. മഹാത്മാക്കൾ എഴുതിയുള്ള പുസ്തകങ്ങൾ, ഹൃദയപരാബുദ്ധി തെളിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് എന്തൊരു അത്ഭുതമാണ്. നമുക്ക് ഇങ്ങനെ ചേഞ്ച് വരും അവരുടെ വാക്കുകൾക്ക് തന്നെ. ആ വാക്കിൽ തന്നെ ചില ശക്തി ഉണ്ടാവും നമ്മളെ ഉണർത്താൻ. ഇപ്പോൾ വിവേകാനന്ദന് ചില വാചകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് take up one idea, make that one idea your life, think of it, dream of it, leave all the other things aside. That is the way to success. That is how great men are made. If you are very you know some people, some food and some place don't suit you, avoid them. If you are very particular, go to a remote place, leaving all company, good or bad, and do sadhana. Within 6 months you will be